കർത്താവിന്റെ തന്നെ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹീതമായ ഈ നല്ല രാത്രിക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രാർത്ഥനാ യോഗത്തിൽ വന്നു ചേർന്നിട്ടുള്ള എല്ലാ ദൈവമക്കളെയും കർത്താവ് ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ എന്ന് മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഞാൻ ഓർക്കുന്നത് രണ്ടാമത്തെ തവണയാണ് ഇങ്ങനെ ഒരു പ്രാർത്ഥനാ മീറ്റിങ്ങിൽ സംബന്ധിക്കാൻ ദൈവം അവസരം തന്നത്. അതിന് കാരണമായി തീർന്ന കർത്താവദാസി ബീന ദേവദാസിക്ക് പ്രത്യേകമായ നന്ദിയും സ്നേഹവും കർത്താവിന്റെ ദാസിയോട് അറിയിക്കുകയാണ്. ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. അതുപോലെ ഈ പ്രാർത്ഥനാ യോഗത്തിൽ വന്നു ചേർന്നിട്ടുള്ള എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട കർത്തദാസന്മാർ ഈ യോഗത്തിലുണ്ട്. വിജയ് പാസയോർത്ത് ജമ്മുവിൽ നിന്ന് വിജയ് പാസയോർത്ത് സ്തോത്രം ചെയ്യുന്നു. മറ്റെല്ലാവരെയും കർത്താവ് ധാരാളമായി സഹായിക്കട്ടെ. ദൈവദാസിമാര്, പ്രായമുള്ള പ്രിയപ്പെട്ടവര്, കുഞ്ഞുങ്ങളൊക്കെ അവരെല്ലാം ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് നമ്മെ എല്ലാവരെയും ധാരാളം ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ. ഉപവാസ പ്രാർത്ഥനയുടെ 15ാമത്തെ ദിവസത്തിലാണ് നമ്മളെല്ലാം കർത്താവിന്റെ സന്നിധിയിലായിരിക്കുന്നത്. പ്രിയപ്പെട്ടവർ ഉപവാസത്തോടെ ആയിരിക്കുന്നവരുണ്ട്, പ്രാർത്ഥനയോടെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. എല്ലാവരെയും ധാരാളം ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഐശ്വര്യമായി നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ തുടർമാനമായി നമ്മൾ ദൈവവചനം കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. കർത്താവിന്റെ ദാസി ഓർപ്പിച്ച 1ഉം 2ഉം സെക്ഷനുകളായി നിരവധി സന്ദേശങ്ങൾക്ക് നമ്മൾ കാതോർത്തിരിക്കുന്നു. പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാം നമ്മുടെ ജീവിതത്തിൽ എന്നും അനുഗ്രഹമായി തീരട്ടെ എന്ന് മനസ്സോടെ പ്രാർത്ഥിക്കുന്നു. അല്പമായ ശാരീരിക ബുദ്ധിമുട്ട് ഞാൻ അനുഭവിക്കുന്നുണ്ട്. 2-3 ദിവസങ്ങളായി പല്ലിന് വേദനയാൽ ഭാരപ്പെടുന്നു. അതുകൊണ്ട് വേണ്ടതുപോലുള്ള ശബ്ദം സംസാരിക്കാൻ പറ്റാത്തൊരു പ്രതിസന്ധിയുണ്ട്. ഇന്നലെ ഒരു ഓഫ്ലൈൻ മീറ്റിംഗ് ഉണ്ടായിരുന്നു, അതിനുശേഷം ഒരു ഓൺലൈൻ മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഇന്നലെ വൈകിട്ട് തന്നെ 2 മീറ്റിങ്ങിലും ഇതേ അവസ്ഥയിൽ തന്നെയാണ് സംസാരിച്ചത്. കർത്താവിന്റെ കൃപയാൽ ഇന്ന് രാത്രിയിലും സംസാരിക്കാൻ ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ച് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വിഷയം ഓർപ്പിച്ചത്. എല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് ദൈവനാമത്തിൽ അപേക്ഷിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അല്പനേരത്തെ വചന ചിന്തയ്ക്ക് ആധാരമാക്കിക്കൊണ്ട് നെഹമ്യാവിന്റെ പുസ്തകം 1-ാം അധ്യായം 4-ാമത്തെ വാക്യം ഒരാൾക്ക് വായിക്കാം. നെഹമ്യാവിന്റെ പുസ്തകം 1-ാം അധ്യായം 4-ാമത്തെ വാക്യം. ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാൻ ഇരുന്ന് കരഞ്ഞു, കുറെ നാൾ ദുഃഖിച്ചും ഉപവസിച്ചും കൊണ്ട് സ്വർഗത്തിലെ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചു പറഞ്ഞതെന്തെന്നാൽ, സ്വർഗത്തിലെ ദൈവമായ നിന്നെ സ്നേഹിച്ച് നിന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് നിയമവും ദയയും പാലിക്കുന്ന മഹാനും ഭയങ്കരനുമായ ദൈവമേ, നിന്റെ ദാസന്മാരായ നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം, മനസ്സോടെ ദൈവസന്നിധിയിലാണ്. അൻപാർന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീത നിമിഷത്തിനായി നന്ദി പറയും. കഴിഞ്ഞ 14 ദിവസവും പ്രിയമക്കൾ കർത്താവിന്റെ സന്നിധിയിലായി. ഈ 15ാമത്തെ ദിവസം പകൽക്കാലം കാത്തു ഈ സന്ധ്യയെങ്കിൽ കർത്താവിന്റെ സന്നിധിയിൽ വിശുദ്ധ തിരുവെഴുത്തിന്റെ ആയി ഞങ്ങൾ മനസ്സോടെ അങ്ങയുടെ പാദപീഠത്തിലേക്ക് ചേർന്ന് വരികയാണ്. വന്നു ചേർന്നിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. വിധമായ ഭാരങ്ങൾ, പ്രയാസങ്ങൾ, വേദനകൾ, പ്രതിസന്ധികൾ അനുഭവിക്കുന്ന നിരവധി പ്രിയപ്പെട്ടവരുണ്ട്. അവരെല്ലാം ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ ആത്മാവ് വളരെ ശക്തമായി രാത്രി ഞങ്ങളോട് സംസാരിക്കണം, ഇടപെടുമാറാകണമെന്ന് പ്രാർത്ഥിക്കും. വചനം അങ്ങയുടേതാണ്, ഈ ജനം അങ്ങയുടേതാണ്. അങ്ങയുടെ ആത്മാവിൽ അങ്ങ് തരുന്ന ശബ്ദത്തിനനുസരിച്ച് കർത്താവിന്റെ വചനം സംസാരിപ്പാൻ ആവശ്യമായ ദൈവകൃപ അടിയന്റെ മേൽ കർത്താവ് പകരണം. വചനം കേട്ടവരുടെ മേൽ ആത്മാവ് വന്നു എന്നും ദൈവിക സൗഖ്യങ്ങൾ ഉണ്ടായി എന്നും വിശുദ്ധ തിരുവെഴുത്തിൽ ഞങ്ങൾ വായിക്കുന്നു. ഇങ്ങനെയാണെങ്കിൽ ഈ ശബ്ദം കേൾക്കുന്നവരുടെ അധരങ്ങളിൽ, ശരീരങ്ങളിൽ, മനസ്സുകളിൽ ആത്മാവിന്റെ ജീവൻ
ശക്തിയോടെ പകരാൻ വേണ്ടി യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കും. ഞങ്ങൾ വിട്ടിട്ട് പോകുന്ന ഭവനം, ഞങ്ങളുടെ തലമുറകൾ, പ്രിയരായവരെല്ലാവരെയും കർത്താവിന്റെ കരങ്ങളിൽ മുദ്രയിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കും. എല്ലാ നിലയിലും അനുഗ്രഹിക്കും. മുഴുവൻ മഹത്വം പുകഴ്ചയും കർത്താവ് എടുക്കണം. പ്രാർത്ഥനകൾ നന്ദി യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. കർത്താവ് നമ്മെ അധികം സഹായിക്കട്ടെ. ഞാനൊരു അനുഭവം പറഞ്ഞുകൊണ്ട് ദൈവവചന ശുശ്രൂഷയിലേക്ക് കടക്കുകയാണ്. നാമെല്ലാവരും ഓൺലൈൻ മീറ്റിങ്ങിലാണ് ഇരിക്കുന്നത്. ഒരു ചെറിയ സ്ക്രീനിന് മുമ്പിൽ നമ്മൾ വന്നിരിക്കുന്ന ഒരു സാഹചര്യം. ഈ ഓൺലൈൻ മീറ്റിംഗ് ഒരിക്കലും ഒരു ചെറിയ മീറ്റിംഗ് ആയി നിങ്ങൾ കാണരുത്. ഒരു ചെറിയ ശുശ്രൂഷയായും നിങ്ങൾ കാണാൻ പാടില്ല. കാരണം അതിനകത്തൂടെ നടക്കുന്ന ദൈവിക അത്ഭുതങ്ങൾ ഈ ദിവസങ്ങൾ നമുക്ക് തിരിച്ചറിയാൻ കഴിയും. ഞാൻ ഇന്നലെ ദൈവവചനം സംസാരിച്ചത് ഒരു സൂം മീറ്റിങ്ങിനാണ്. ഏതാണ്ട് ഒരു 8 മാസത്തിന് മുൻപാണ് ആ സൂം മീറ്റിങ്ങിൽ ഞാൻ ആദ്യമായി സംസാരിക്കുന്നത്. ആ ദൈവദാസൻ അന്ന് ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിച്ചു. ശുശ്രൂഷ മധ്യേ പരിശുദ്ധാത്മാവ് ഇടപെട്ടതനുസരിച്ച് ആ ദൈവദാസനോടുള്ള ദൈവിക അരുളപ്പാടുകൾ കർത്താവിന്റെ ആത്മാവ് സംസാരിക്കുകയുണ്ടായി. ആ സമയത്ത് തൻ്റെ കുഞ്ഞ് വളരെയധികം ക്ഷീണാവസ്ഥയിലായിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. ഈ പ്രാർത്ഥനാ യോഗത്തിന് ശേഷം 2 ദിവസം കഴിഞ്ഞ് ആ കുഞ്ഞിന്റെ സർജറി അവർ ഫിക്സ് ചെയ്തിരിക്കുകയായിരുന്നു. നമുക്കറിയാം, വിദേശ രാജ്യങ്ങളിലൊക്കെ ഒരു സർജറി ചെയ്യുക എന്ന് പറയുന്നതും ഒരു ഡോക്ടറെ കാണുക എന്ന് പറയുന്നതൊക്കെ നാട്ടിലെ പോലെയുള്ള എളുപ്പമുള്ള കാര്യങ്ങളല്ല. കുറച്ച് ദിവസങ്ങൾ തന്നെ അതിനുവേണ്ടി കാത്തിരിക്കുന്നു. അങ്ങനെ സർജറി എല്ലാം ഫിക്സ് ചെയ്ത് ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം അത് ചെയ്യണമെന്ന് അവർ തീരുമാനിക്കുകയും, എന്നാൽ ഈ പ്രാർത്ഥനാ മധ്യേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവോട് സംസാരിക്കുകയുണ്ടായി. ആ സമയത്ത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ആ ദൈവദാസൻ തന്റെ കുഞ്ഞിനെ കയ്യിലെടുത്തുകൊണ്ട്, പരിശുദ്ധാത്മാവ് സംസാരിച്ചതിന് ശേഷം ആ കുഞ്ഞിനെ കയ്യിലെടുത്തുകൊണ്ട് കരഞ്ഞുകൊണ്ട് ആ സൂം മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യുന്നുണ്ടായി. ആ സമയത്ത് ശക്തമായ ആ ഗ്രൂപ്പിലുണ്ടായിരുന്ന എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കുകയും, ആ സമയത്ത് ആ ദൈവദാസന് ഒരു തീരുമാനമുണ്ട്. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ഇനി ഒരു സ്കാനിങ് കൂടെ കഴിഞ്ഞിട്ടേ ഞാൻ ഇനി ഒരു സർജറിക്ക് വേണ്ടി എൻ്റെ കുഞ്ഞിനെ കൊണ്ടുപോകത്തുള്ളൂ എന്നൊരു തീരുമാനം ആ സൂം മീറ്റിംഗിൽ തീരുമാനം. അങ്ങനെ ആ തീരുമാനത്തിന് മുമ്പിൽ അദ്ദേഹം സമർപ്പിക്കുകയും ഞങ്ങൾ എല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ചു. എനിക്ക് തോന്നുന്നു 1-2 ആഴ്ച കഴിഞ്ഞപ്പോഴാണ് അടുത്ത സ്കാനിങ്ങിനുള്ള ഒരു അവസരം അദ്ദേഹത്തിന് ലഭിച്ചത്. UK മറ്റോ ആണെന്ന് എനിക്ക് കറക്റ്റ് സ്ഥലം അറിയില്ല. പക്ഷെ 1-2 ആഴ്ച കഴിഞ്ഞു അദ്ദേഹം സ്കാനിങ്ങിന് വേണ്ടി ആ കുഞ്ഞിനെ കൊണ്ടുപോയി സ്കാനിങ് ചെയ്തു. ആദ്യത്തെ സ്കാനിങ് എടുത്തു, പ്രശ്നങ്ങളൊന്നുമില്ല. രണ്ടാമത്തെ സ്കാനിങ് എടുത്തു, രണ്ടാമത്തെ സ്കാനിങ്ങിലും പ്രശ്നങ്ങളൊന്നും. നിങ്ങൾക്കറിയണമോ, 4 സ്കാനിങ് ചെയ്തു. ഡോക്ടർമാര് ആദ്യം സ്കാനിങ് ചെയ്ത് സർജറിക്ക് ഡേറ്റ് കൊടുത്ത കുഞ്ഞിനെ, ഹാർട്ട് സംബന്ധമായ സർജറിക്ക് ഡേറ്റ് കൊടുത്ത കുഞ്ഞിനെ 4 സ്കാനിങ് ചെയ്തു. കാരണം അവർക്കൊരു ഡൗട്ടായി, ഇതിന് സ്കാനിങ്ങിന് പ്രശ്നമാണെന്നറിയാം. 4 തവണ സ്കാൻ ചെയ്തതിനു ശേഷം അവർ റിപ്പോർട്ട് എഴുതി ഒരു സർജറി ആ കുഞ്ഞിന് ആവശ്യമില്ല. ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം, നമ്മുടെ ദൈവസന്നിധിയിലാണ് ഇരിക്കുന്നത്. സന്നിധി ബോധത്തിന് വേണ്ടി ദൈവമക്കളെ, നമ്മൾ വിളിക്കുന്ന ദൈവം ആരാണെന്നും വിളിപ്പുറത്തിറങ്ങി വരുന്ന ദൈവത്തിന്റെ സാന്നിധ്യം എന്താണെന്നും നമ്മൾ തിരിച്ചറിയാം. ഒരു പക്ഷെങ്കിൽ ഒരു സൂം പ്ലാറ്റ്ഫോമിൽ ഞാൻ പറയട്ടെ, എനിക്ക് അത്രയ്ക്കും ഇന്നലെ അദ്ദേഹം വിളിച്ച് ഈ മീറ്റിങ്ങിന് വേണ്ടി പറയുന്ന ആ സമയത്ത് ഞാൻ ഇപ്പൊ ഓർക്കുന്നു, അദ്ദേഹം ഇന്നലെ വിളിച്ചതിന്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്, അദ്ദേഹം 2ാമതൊരു കുഞ്ഞും കൂടെ ജനിച്ചു. അതിന്റെ സന്തോഷവും ഒക്കെ പങ്കിട്ട ഒരു പ്രാർത്ഥനാ യോഗത്തിനാണ് ഇന്നലെ എന്നെ ക്ഷണിക്കുന്നത്. ഞാൻ പറഞ്ഞത്, ഞാൻ വലിയ ആളാണെന്നോ നമ്മൾ വലിയ ആളാണെന്നോ അല്ല, മറിച്ച് നമ്മുടെ ദൈവം ആരാണെന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. അതുകൊണ്ട് ഒരുപക്ഷെ നിങ്ങൾ ഒരുപാട് തിരക്കും ഒരുപാട് ജോലിയും ഒക്കെയുള്ള ആളുകളാണ്. എനിക്കറിയാം, പലപ്പോഴും സൂമിൽ വന്നു ചേരുന്ന പലരുടെയും അവരുമായി സംസാരിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്, ഒരു പ്രാർത്ഥനാ യോഗത്തിനോ മറ്റൊന്നും കടന്നു പോകാൻ കഴിയുന്നില്ല. പക്ഷേ ഒരു സൂം മീറ്റിംഗ് ആണ് ഞങ്ങളെ ഒരാഴ്ച മുഴുവൻ പിടിച്ചു നിർത്തുന്ന പലരും പറയുന്നത് കേൾക്കേണ്ടത്. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടെ ദൈവശബ്ദത്തിനായി നമ്മെ തന്നെ സമർപ്പിക്കുക. ഇവിടെ ആരോ പ്രാർത്ഥിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു, പ്രാർത്ഥനയുടെ ഈ ദൈവവചന ശുശ്രൂഷ നടക്കുമ്പോൾ രോഗികൾ സൗഖ്യമാകും. രോഗികൾ സൗഖ്യമാകും. നിങ്ങൾ വിശ്വസിക്കുന്നു? ദൈവവചനം സംസാരിക്കുമ്പോൾ
രോഗികൾ സൗഖ്യമാകും, ഭൂതങ്ങൾ വിട്ടുപോകും. നമ്മുടെ കുടുംബത്തിനകത്ത് പിശാച് കെട്ടിവെച്ചിരിക്കുന്ന എല്ലാ ബന്ധനങ്ങളെ വചനത്തിന്റെ ശക്തിയാൽ അഴിയപ്പെടുവാനിടയാണ്. വിശുദ്ധ തിരുവെഴുത്ത് പറയുന്നത് ദൈവത്തിന്റെ വചനത്തിന് എന്തില്ല? ബന്ധനമില്ല എന്ന്. ബന്ധനമില്ലാത്ത ദൈവവചനം ശക്തമായി ഇടപെടുമ്പോൾ നമ്മുടെ വ്യക്തിത്വ മണ്ഡലങ്ങൾക്കകത്തൊരു ആത്മവിടുതലായി ആഭരിപ്പാൻ വളരെ പ്രാർത്ഥനയോടെ നമ്മെ തന്നെ സമർപ്പിക്കാം. നാം വായിച്ച വചനത്തിലേക്ക് വന്ന് ആ വചനത്തോട് നീതി പുലർത്തിക്കൊണ്ട് ഇന്നത്തെ ദൈവവചന പ്രഭാഷണത്തിന് വേണ്ടി അതിനൊരു തലക്കെട്ട് ഞാൻ കൊടുക്കുകയാണ്. നെഹമ്യാവിന്റെ പ്രാർത്ഥനയുടെ പ്രത്യേകത എന്നതിനെ കുറിച്ചാണ് ഞാൻ അല്പനേരം നിങ്ങളുമായി സംസാരിക്കാനിടയാണ്. കാരണം നിങ്ങൾ ദീർഘദിവസങ്ങളായി വചനം കേൾക്കുന്നവരാണ്, പ്രവചന ശബ്ദം കേൾക്കുന്നവരാണ്, പലവിധമായ സാക്ഷ്യവാചകങ്ങൾ കേൾക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ വചനത്തിന്റെ ഒരു പ്രാധാന്യത തിരിച്ചറിഞ്ഞുകൊണ്ട് ആ വചനം നമ്മൾ പഠിച്ചും പ്രാപിച്ചും മുൻപോട്ട് പോകാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുന്നു. നെഹമ്യാവിന്റെ പ്രാർത്ഥനയ്ക്ക് ചില പ്രത്യേകതകൾ, നമ്മുടെയൊക്കെ പ്രാർത്ഥനകൾക്ക് ചില പ്രത്യേകതകൾ വേണമെന്ന് ഞാൻ പറയുന്നു. ചില പ്രത്യേകതകൾ നമ്മുടെയൊക്കെ പ്രാർത്ഥനയ്ക്ക് ഉണ്ടായിരിക്കും. വിശുദ്ധ തിരുവെഴുത്ത് പഠിക്കുമ്പോൾ നിരവധി ആളുകളുടെ പ്രാർത്ഥനകൾ നമ്മൾ കണ്ടിട്ടുണ്ട്, അല്ലെ? നിരവധി ആളുകളുടെ പ്രാർത്ഥനകൾ നമുക്ക് കാണാൻ കഴിയും. ഒരു മനുഷ്യൻ പ്രാർത്ഥിക്കുന്നത്, ഏലിയാവ് എന്ന് പറയുന്ന മനുഷ്യൻ പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? തല രണ്ട് കാലുകൾക്കിടയിൽ വെച്ചുകൊണ്ട് താൻ പ്രാർത്ഥിക്കുകയാണ്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയ സ്വാഭാവികമായി നമ്മളെ കൊണ്ട് സാധിക്കാത്തൊരു മേഖലയാണ്. ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് ഇരുന്നു എന്നല്ല പറയുന്നത്. ആ വിഷയത്തിന്റെ മറുപടി കാണുന്നിടം വരെ താൻ അതുപോലെ ഇരുന്ന് പ്രാർത്ഥിക്കാനിടയിൽ. നമ്മളൊക്കെ 2 മിനിറ്റ് പ്രാർത്ഥിച്ചതിന് ശേഷം നമ്മൾ എന്താ പറയുന്നത്? കർത്താവേ, നീ സകലതും അറിയുന്നു, അടിയനിതാ മറിയുന്നു എന്ന്. സന്ധി വഴങ്ങി പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഇരിക്കുമ്പോൾ കർത്താവേ, നീ സകലതും അറിയുന്നു, അടിയനിതാ മറിയുന്നു. നമ്മുടെ പ്രാർത്ഥനയുടെ ദൈർഘ്യങ്ങളാണ്. നോക്കിക്കേ, ഏലിയാവിന്റെ പ്രാർത്ഥന നോക്കിക്കേ, 2 കാലുകൾക്കിടയിൽ തന്റെ തല വെച്ച് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് ഒരു നിസാരപ്പെട്ട കാര്യമല്ല. അത് 5 മിനിറ്റ് 2 മിനിറ്റ് അല്ല പ്രാർത്ഥിച്ച് അദ്ദേഹം ആ വിഷയത്തിന്റെ കൈ പോലൊരു മേഘം തന്നെ എപ്പോ കണ്ടോ അപ്പോഴാണ് എഴുന്നേറ്റത്. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നിന്നോട് പറയുന്നത്, പ്രാർത്ഥനയുടെ ശൈലികൾ മാറണം, പ്രാർത്ഥനയുടെ രീതികൾ മാറണം. ചില വിഷയത്തിന്റെ മറുപടിക്ക് വേണ്ടി അതുപോലെ ഇരിപ്പാൻ സ്വർഗത്തിലെ ദൈവം വളരെ ശക്തമായി ഇന്ന് രാത്രി നമ്മോട് ഇടപെടുകയാണ്. ചിലപ്പോൾ ചില വിഷയത്തിന് മുൻപിൽ പ്രാർത്ഥിച്ച ചില വിഷയം സംബന്ധമായി ഒരേ ദിശയിൽ പ്രാർത്ഥിച്ചിട്ട് മറുപടി കിട്ടുന്നതിന് നീ ആ ദിശയൊന്ന് മാറ്റി പിടിക്കും, രീതികളൊന്ന് മാറ്റി നോക്കുക. വിവിധ നിലവാരത്തിൽ പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കും. ചില ആളുകൾ പല വിധത്തിലാണ്. ചില ആളുകൾ നടന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ടല്ലേ, ചില ആര് മുട്ടുമേ നിന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട്, ചില ആളുകള് പല രീതിയിൽ പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ട്. ഈ സൂമിലിരിക്കുന്ന പല ആളുകളും, ചില ആളുകൾ സഹോദരിമാരാണ് അധികം ഇതിനകത്ത് കാണുന്നത്. ചില ആളുകൾ കുക്ക് ചെയ്ത സമയത്ത്, അല്ലെ, വീട്ടിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് കണ്ണുകളൊക്കെ തുറന്നായിരിക്കുന്ന, പക്ഷെ ആ സമയത്ത് പ്രാർത്ഥിക്കുന്നവരുണ്ട്. ഞാനൊരു കാര്യം പറയാം, ഒരു പ്രസംഗം നടത്തണമെങ്കിൽ ആള് വേണം, ഓഡിയൻസ് വേണം. ഒരു പാട്ട് പാടണമെങ്കിൽ എന്ത് വേണം? ആള് വേണം, അല്ലേ? ഒരു കഥ പറയണമെങ്കിൽ ആള് വേണം. ഓഡിയൻസ് മാത്രം പോലെ സമയം നോക്കണം. ഒരാൾ 12 മണിക്ക് എഴുന്നേല്ലെങ്കിൽ ഒരു 2 മണിക്ക് എഴുന്നേറ്റ് പ്രസംഗിക്കുകയാണെങ്കിൽ വീട്ടിലുള്ളവരെന്ത് പറയും? തലയ്ക്ക് സംതിങ് പ്രശ്നമുണ്ടെന്ന് പറയല്ലേ, എന്തോ കുഴപ്പമുണ്ട്, അതുകൊണ്ടാ രാത്രി എഴുന്നേറ്റ് പ്രസംഗിക്കുകയും പാടുകയും ചെയ്യും. മനസ്സിലോ? അതിനൊക്കെ ഒരു സമയം വേണം, ആള് വേണം, അല്ലെ? ആൾക്കൂട്ടമൊക്കെ വേണം. പക്ഷേ ഒരു സമയവും വേണ്ട, ഒരു ആളും വേണ്ട, ചെയ്യാൻ പറ്റുന്ന ഒരു ശുശ്രൂഷയാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. 10 പേര് മുമ്പിൽ ഉണ്ടെങ്കിലേ ഞാൻ പ്രാർത്ഥിക്കുമെന്ന് ആരെയും പറയില്ല. അർദ്ധരാത്രി ആയതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നില്ല, സമയം അല്ല.
വിശുദ്ധ തിരുവെഴുത്ത് പറയുന്ന ഏത് സമയത്തും ധൈര്യത്തോടെ കൃപാസനത്തോളം അടുത്തു വരാൻ സർവശക്തനായ ദൈവം തമ്പുരാൻ നമുക്ക് വേണ്ടി കൃപാസനം തുറന്നിട്ടിരിക്കുകയാണ്. പഴയ നിയമ കാലഘട്ടത്തിലേക്ക് നമ്മൾ പോയാൽ അവിടെ തന്റെ പ്രാർത്ഥനാ വിജയം കൈമാറാൻ ഒരു പുരോഹിതന് വേണ്ടി കാത്തു നിൽക്കണം. ഇന്ന് ദൈവം തമ്പുരാൻ നമുക്ക് വേണ്ടി കൃപാസനം തുറന്നിട്ടിരിക്കുക ദൈവമക്കളെ. അതുകൊണ്ട് ഏത് സമയത്തും പ്രാർത്ഥിപ്പാൻ നമ്മളെ കൊണ്ട് കഴിയണമെന്നാണ്. 10 പേര് കൂടണമെന്നില്ല, ഒരു സ്റ്റേജ് വേണമെന്നില്ല, സമയകാല പരിമിതികൾ ഒന്നുമില്ലാതെ ഏത് സമയത്തും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ശുശ്രൂഷയാണ് എന്ത്? പ്രാർത്ഥന എന്ന് പറയുന്നത്. പ്രാർത്ഥനയെ കുറിച്ച് ഒരു ചിന്തകൻ പറയുന്നത്, പ്രാർത്ഥന എന്ന് പറയുന്നത് പ്രഭാതത്തിന്റെ താക്കോലും രാത്രിയുടെ ഓടാമ്പലുമാണെന്ന്. മറ്റൊരു ചിന്തകൻ പറയുന്നത് പ്രാർത്ഥന എന്ന് പറയുന്നത് ക്രിസ്തീയ ജീവിതത്തിന്റെ നട്ടെല്ലാണെന്നാ പറയുന്നത്. അത്രയ്ക്കും പ്രാധാന്യത പ്രാർത്ഥനയ്ക്കുണ്ട്. നമുക്കറിയാം, ഡോക്ടേഴ്സായ ആളുകൾ ചിലപ്പോൾ ഇതിനകത്ത് കാണാം അല്ലേ? നിങ്ങൾക്കറിയാം, ഒരു വിഷയവുമായി ഹോസ്പിറ്റലിലേക്ക് ചെന്നാൽ ഒടുവിൽ അവർ പറയുന്ന പദപ്രയോഗം എന്താണ്? അവര് പറയും, ഞങ്ങളുടെ കഴിവിന്റെ മാക്സിമം പരമാവധി ഞങ്ങൾ ശ്രമിക്കാം, നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും, നിങ്ങളുടെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഏറ്റവും ഒടുവിൽ ചെയ്യുന്നത് എന്താ? പ്രാർത്ഥനയാണ്. അത്രയ്ക്കും പ്രാധാന്യത ഈ വിഷയ സംബന്ധമായി ഉണ്ടെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി നമ്മോട് സംസാരിക്കുകയാണ്. അതുകൊണ്ട് ദൈവസന്നിധി ഇരിക്കുന്ന ദൈവവൈദ്യനോട് ദൈവാത്മാവ് ശക്തമായി പറയുന്നു, ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങൾ പോലും കേൾക്കാൻ കാതുള്ള കർത്താവിന്റെ കരങ്ങൾ ഇന്ന് രാത്രി ഇതിനകത്തൂടെ ചലിച്ചിറങ്ങുകയാണ്. നീ ഞരങ്ങുന്നത് പോലും ഒരുപക്ഷെ കൂടെ താമസിക്കുന്ന സ്വന്തം ഭർത്താവിന്, സ്വന്തം ഭാര്യയ്ക്ക് പോലും നിന്റെ ഇടനെഞ്ചിനകത്തെ ഞരക്കമറിയാതിരിക്കുമ്പോൾ നിന്റെ ഞരക്കങ്ങളെ ആരാഞ്ഞറിഞ്ഞ് അതിനുള്ള മറുപടി തരാൻ കരുത്തുള്ള ദൈവത്തിന്റെ കരം ഇന്ന് രാത്രി നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ചലിക്കുന്നു എന്ന് പരിശുദ്ധാത്മാവ് ആത്മാവിൽ ദൂത് കൈമാറുമ്പോൾ എന്റെ ഞരക്കം കേൾക്കാൻ പ്രാപ്തിയുള്ള ഒരപ്പൻ സ്വർഗത്തിലുണ്ടെന്ന് ഓർത്ത് ആ ദൈവത്തിന് മഹത്വം അർപ്പിക്കാൻ കഴിയും. ഒരിക്കലൊരു ചിന്തകനോടൊരു മനുഷ്യൻ ചോദിച്ചു, അനുഗ്രഹം പ്രാപിക്കാനുള്ള സൊല്യൂഷൻ എന്താണ്? ആ മനുഷ്യൻ പറയുകയാണ്, ഒന്ന് പ്രാർത്ഥനയാണ്. അദ്ദേഹം വീണ്ടും ചോദിച്ചു, രണ്ടാമത് എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? അദ്ദേഹം വീണ്ടും പറയുകയാണ്, രണ്ടാമത്തെ ഓപ്ഷൻ ഉണ്ട്, അതും പ്രാർത്ഥനയാണ്. അദ്ദേഹം ആവേശത്തിൽ വീണ്ടും ആവർത്തിച്ചു, മൂന്നാമത് എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? ചിന്തകൻ മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ്, മൂന്നാമതും അദ്ദേഹം പറഞ്ഞു, പ്രാർത്ഥനയാണ്. ദൈവമക്കളെ, ജീവിതത്തിൽ വിജയം നേടണമോ, ജീവിതത്തിൽ സന്തോഷം പ്രാപിക്കണമോ, ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ആയിത്തീരണമോ, അതിന്റെ പുറകിൽ പ്രാർത്ഥന മാത്രമാണ് ഏറ്റവും വലുതായി നിൽക്കുന്നത്. അതുകൊണ്ട് ഈ കാലഘട്ടങ്ങളിൽ നമുക്ക് പ്രാർത്ഥനയെ കുറിച്ചുള്ള പ്രസംഗമോ പ്രബന്ധങ്ങളോ അല്ല ആവശ്യം, മറിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവഭക്തന്മാർ, ദൈവദാസിമാർ, പ്രാർത്ഥന തന്നെയാണ് അനിവാര്യമെന്ന് പരിശുദ്ധാത്മാവ് വളരെ ഹൃദ്യമായി നമ്മോട് ഇടപെടുകയാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും പ്രാർത്ഥനയിൽ എന്ത് ചെയ്യരുത്? മടുത്തു പോകരുത്. നമുക്കറിയാം, പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോഴാണ് നമുക്ക് ഉറക്കം വരുന്നത്. പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ 100 കൂട്ടം കാര്യങ്ങൾ വരും അല്ലേ? വെറുതെ എവിടെയെങ്കിലും ഇരുന്നാൽ ഒരു പ്രശ്നവുമില്ല. പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമ്മൾ പോകുകയോ എടുക്കുകയോ ചെയ്താൽ അപ്പം 100 പ്രശ്നങ്ങളാ. അന്നാരൊരു ഗസ്റ്റ് വരും, അന്നാരൊരു ഫോൺ കോൾ വരും, അന്നാരം പല കാര്യങ്ങൾ ഇങ്ങനെ വരും. പ്രാർത്ഥിക്കാൻ നമ്മളെ സമ്മതിക്കില്ല. എന്നാൽ പ്രാർത്ഥന നിർത്തി എഴുന്നേറ്റ് ഒരു വിഷയവും, ഒരു ഫോണും ഇല്ല, ഒന്നും ഉണ്ടാകില്ല. ഇന്ന് രാത്രി പ്രാർത്ഥനയുടെ വില തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിപ്പാൻ നമ്മെ തന്നെ സമർപ്പിക്കുക. അങ്ങനെ വിശുദ്ധ തിരുവെഴുത്ത് വായിക്കും, നിരവധി ഭക്തന്മാരുടെ പ്രാർത്ഥന, പൗലോസിന്റെ പ്രാർത്ഥനകൾ തന്നെ നമ്മൾ പഠിക്കുമ്പോൾ 1, 2, 3 അടുക്കിന് പ്രാർത്ഥനകളുണ്ട് അല്ലേ? പൗലോസിന്റെ പ്രാർത്ഥനകൾ. ഞാൻ അതിലേക്കൊന്നും പോകാതെ നെഹമ്യാവിന്റെ പുസ്തകത്തിലേക്ക് മാത്രം വന്ന് അല്പനേരം സംസാരിപ്പാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. നിങ്ങൾക്കറിയാമോ, നമുക്കറിയാം, ബാബേൽ പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്ന 3ാമത്തെ വിഭാഗം എന്ന് പറഞ്ഞാൽ ഏറ്റവും അവസാനത്തെ വിഭാഗമായ
ആ വിഭാഗത്തിന്റെ ചരിത്രമാണ് നെഹമ്യാവിന്റെ പുസ്തകത്തിനകത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. BC 537 സെരുബാബേലിന്റെ നേതൃത്വത്തിലാണ് ഒന്നാമത് മടങ്ങി വന്നത്. വീണ്ടും 458 എസ്രയുടെ നേതൃത്വത്തിൽ മടങ്ങി വരവുണ്ടായി. ഒടുവിലായി 445 നെഹമ്യാവിന്റെ നേതൃത്വത്തിലാണ് ഇസ്രായേൽ ജനം ബാബിലോണിയ പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്നെന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നെഹമ്യാവിന്റെ പുസ്തകത്തിനകത്ത് 12 വർഷത്തെ ചരിത്രങ്ങൾ അവലോകനം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഏകദേശം 12 വർഷത്തെ ചരിത്രം ഇതിനകത്ത് കാണാനായിട്ട് സാധിക്കുന്നു. ഈ നെഹമ്യാവിന്റെ പുസ്തകത്തിൽ മാത്രം നെഹമ്യാവിന്റെ പ്രാർത്ഥന 11 തവണ നമുക്ക് കാണാം. 11 തവണ നെഹമ്യാവ് പ്രാർത്ഥിച്ചതായി നമുക്ക് കാണാനായിട്ട് സാധിക്കും. 11. നിങ്ങൾക്കറിയാമോ, നെഹമ്യാവിന്റെ പ്രാർത്ഥന വളരെ വ്യത്യസ്തമാണ്. താൻ രാജാവിനോട് സംസാരിക്കാൻ തുടങ്ങുന്നതിന് മുൻപ് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? താൻ പ്രാർത്ഥിച്ചിട്ടാ രാജാവിനോട് സംസാരിക്കാൻ പോകുന്നത്. നമ്മളൊക്കെ എപ്പോഴാണ് പ്രാർത്ഥിക്കാൻ പോകുന്ന? വിജയത്തിന്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഓടി നടന്ന് പരതി നോക്കി അവസാനം ഒരു ഗതിയില്ലാതെ വരുമ്പോൾ എന്ത് ചെയ്യും? പ്രാർത്ഥിക്കാമെന്ന് തീരുമാനം. മാക്സിമം നമ്മളെല്ലാം ഓടി ചെയ്യാവുന്നതെല്ലാം ചെയ്ത് അവസാനം ഒന്നും നടക്കുകയെന്ന് കാണുമ്പോൾ ഇനിയിപ്പോ നമുക്ക് എന്ത് ചെയ്യാം? പ്രാർത്ഥിച്ചു നോക്കാം. പക്ഷെ ഇവിടെ നെഹമ്യാവ് നമുക്ക് തരുന്ന പാഠം, അദ്ദേഹം രാജാവിനോട് സംസാരിക്കാനായിട്ട് പോകുന്നതിന് തൊട്ടു മുമ്പ് വിതിൻ സെക്കൻഡുകൾക്കിടയിൽ അവൻ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടാ പോയെ. ഇന്ന് രാത്രി ദൈവാത്മാവ് നിനക്കൊരു ദൂത് കൈമാറുന്നു. നീ ചെയ്യാൻ പോകുന്ന ഏതൊരു പ്രവൃത്തിയുടെ മുമ്പിലും നീ ദൈവത്തോട് പ്രാർത്ഥിച്ച് മടങ്ങാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിയോഗം തരും. അവരുടെ ആലോചന സഭയിൽ നിന്നിരുന്നു എങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് ഇന്ന് രാത്രി ദൈവാത്മാവ് പറയുന്നു. നീ എന്റെ സന്നിധിയിൽ അല്പം ഒന്ന് ഇരിക്കാൻ തയ്യാറാകണം. തിരക്കേറിയ യാത്രയിൽ ഓടുന്ന ദൈവമേ, അല്പനേരം നീ എന്റെ സന്നിധിയിൽ ഒന്ന് ഇരിക്കാൻ മനസ്സ് കാണിക്കണം. ദൈവാത്മാവ് പറയും. ഓടിയത് മതി. ദൈവസന്നിധിയിൽ ഒരു ആലോചനയ്ക്ക് വേണ്ടി ഇരിപ്പാൻ ദൈവത്തിന്റെ ആത്മാവ് ഒരു നിയോഗം വരുന്നു. ഏറ്റെടുക്കുന്ന എത്ര പേരുണ്ടെന്ന് ആരാധിക്കാൻ പറ്റൂ ഈ വചനത്തിൽ? സൈഖാമന ഘടകം ശംധന വൈഡന റിയാന്ധന വൈഡ ഭമന റഖാനിയാദൽ ഘടകസ്. ഞാനിത് പറഞ്ഞു പോകുമ്പോൾ നിങ്ങൾ പഠിക്കേണ്ട ചില പാഠങ്ങൾ കൂടി ഞാൻ പറയുകയാണ്. ദാവീദ് രാജാവാണല്ലേ? ദാവീദ് രാജാവാണ്. എന്നാൽ ഒരു സുപ്രഭാതത്തിൽ തനിക്കുള്ളതിനെ മുഴുവൻ, തൻ്റെ തനിക്ക് ഉണ്ടായിരുന്നത് മുഴുവൻ ശത്രു വന്ന് അപഹരിച്ചുകൊണ്ടുപോയി. തൻ്റെ തലമുറകളെ, തൻ്റെ ഭാര്യയെ, മക്കളെ എല്ലാം പിടിച്ചുകൊണ്ടുപോയി. എന്നിട്ട് അത് മൊത്തം തീയിട്ട് കത്തിച്ചു കളയും. സിക്ലാഗിൽ നടന്നൊരു സംഭവമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വിശുദ്ധീകരിച്ച് പറയുന്നത്. നിങ്ങൾക്കറിയാമോ, അവിടെ ദാവീദ് വന്നതും പാടെ താൻ ഒരു രാജാവും അഭ്യാസിയാണെന്ന് മനസ്സിലാക്കി ശത്രുവിന്റെ പുറകെ ഓടിയില്ല. നഷ്ടങ്ങളുടെ പുറകെ ഓടിയില്ല. നിങ്ങൾക്കറിയാമോ, അങ്ങനെ തകർന്നു കിടക്കുന്ന, കത്തിക്കരിഞ്ഞു കിടക്കുന്ന ചാമ്പൽ ഈ ചാര കൂമ്പാരങ്ങൾക്കിടയിൽ നിന്നുകൊണ്ട് അവൻ ആദ്യം ചെയ്തതെന്ന് അറിയാമോ? അവൻ പറയുന്നു, ഞാൻ ആ പരിശയെ പിന്തുടരണമോ എന്ന് യഹോവയുടെ ആലോചന ചോദിക്കുന്നു. രാത്രി ദൈവത്തിന്റെ ആത്മാവ് ആരോടൊക്കെയോ സംസാരിക്കുന്നു. നീ ചിലതൊക്കെ എത്തിപ്പിടിക്കാൻ പോകുന്നില്ലേ? ചിലതൊക്കെ തിരിച്ചു പിടിക്കാൻ വേണ്ടി പോകുന്നില്ലേ? ചിലതൊക്കെ പ്രാപിക്കാൻ വേണ്ടി പോകുന്നില്ലേ? എന്നാൽ കർത്താവിന്റെ ആത്മാവ് ശക്തമായി പറയും, നീ അതിനെ പിടിക്കുന്നതിന് മുൻപ് എന്റെ സന്നിധിയിൽ ഒരു ആലോചനയ്ക്കിരിക്കണം. രാജാവാണെന്നും പറഞ്ഞ്, ആളുകൾ കൂടെയുണ്ടെന്നും പറഞ്ഞ്, അഭ്യാസം അറിയാമെന്നും പറഞ്ഞ് നീ ചാടി ഇറങ്ങി പുറപ്പെടുന്നത്, ദാവീദേ നീ ആ പരിശയെ പിന്തുടരണമോ എന്ന് ദൈവത്തോട് ആലോചന ചോദിക്കാൻ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി നിന്നോട് സംസാരിക്കുമ്പോൾ ഇരിക്കേണ്ട വിഷയത്തിന് മുൻപാകെ ഇരുന്ന് ആലോചന പ്രാപിച്ച് മടങ്ങാൻ ദൈവത്തിന്റെ ആത്മാവ് നിയോഗം വരികയാണ്.
സമാനഘടക ശംഖനാദികൾ ഘടക ഛേദമന ഘടകം രാധൽ ഭവസ്യാംധനാദിക ഛാദിയാനഘട്ടം. എക്സ്പീരിയൻസിന് മുകളിൽ ഇന്നലകളിലെ അനുഭവ പരിചയത്തിന് മുൻപിൽ നീ ഇറങ്ങി പുറപ്പെടുക. അങ്ങനെ ഇറങ്ങി പുറപ്പെടുന്നതിന് അപകടമെന്ന ദൈവാത്മ മുൻകൂറായി നിന്നോട് സംസാരിക്കുകയാണ്. ചില വിഷയ സംബന്ധമായി ആലോചനയോടെ പുറപ്പെടാൻ ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി ഇടപെടുന്നു. അവീത ദൈവത്തിൽ ഇരുന്ന് ദൈവത്തോട് പറയുന്നു, കർത്താവേ, ഞാൻ ആ പരീക്ഷയെ പിന്തുടരണമോ, ഞാൻ ആ പരീക്ഷയെ പിന്തുടരണമോ എന്ന് ദാവീദ് ദൈവത്തോട് ചോദിക്കുമ്പോ ദൈവം പറഞ്ഞു, നീ പറഞ്ഞപ്പോ അവൻ ഇറങ്ങി. അതിനുശേഷം നിങ്ങൾക്കറിയാമോ, ചെറുതോ വലുതോ അവനിൽ നിന്ന് അപകരിച്ചു കൊണ്ടുപോയത്, ചെറുതോ വലുതോ എല്ലാത്തിനെയും അവൻ മടക്കിക്കൊണ്ടുവന്നു. ഇന്ന് രാത്രി ആരോടൊക്കെയോ ദൈവത്തിന്റെ ആത്മാവ് പ്രവചിച്ചു പറയുന്നു, നീ ഇറങ്ങി പുറപ്പെടുന്ന മുമ്പ് ദൈവത്തോട് ആലോചന ചോദിക്കണം. മകളുടെ വിവാഹം നടക്കുന്നതിന് മുമ്പ് ഒരു ആലോചന ചോദിക്കണം. ആലോചന ചോദിക്കാതെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് അവസാനം പ്രശ്നമായിട്ട് വീണ്ടും വന്ന് ആലോചന ചോദിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഞാൻ ഈ സൂമിൽ പറയുന്നതിൽ അല്പം വേദന ഉണ്ടെന്നാലും ഞാൻ പറയാം. ഇന്നലെ ഞാൻ പ്രാർത്ഥിക്കാൻ പോയത് കോടികൾ ആസ്തിയുള്ള ഒരു കുടുംബത്തിലാണ്. എന്താ കാരണം എന്നറിയാമോ? മകളുടെ വിവാഹം കഴിഞ്ഞു. ഇന്ന് മകനും മകളും തമ്മിൽ അകന്നു നിൽക്കുകയും ഒന്ന് അടുത്ത് കിട്ടാൻ വേണ്ടി ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ മുട്ടുമടക്കുകയാണ്. ഹലോ, ഞാൻ ഈ പറയുന്നതൊന്നും ഗൗരവമില്ലാത്ത കാര്യമല്ല. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. എൻ്റെ 17ാമത്തെ വയസ്സിൽ ഞാൻ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങി. ഇന്ന് എനിക്ക് 41 വയസ്സ് പ്രായമുണ്ട്. ഈ കഴിഞ്ഞ ഈ വർഷങ്ങൾക്കിടയിലെ ശുശ്രൂഷയുടെ അനുഭവ പരിചയം വെച്ചിട്ട് ഞാൻ പറയുകയാണ്, ആലോചനയോടെ നീ ഇറങ്ങണം. തലമുറയുടെ വിവാഹ സംബന്ധമായ വിഷയത്തിന് മുമ്പിൽ നീ ഇരുന്ന് കരഞ്ഞ് ചോദിച്ചിട്ട് ഇറങ്ങാവുള്ളൂ. കണ്ടത് കണ്ടും കേട്ടത് കൊണ്ടും കളർ കണ്ടും വിദ്യാഭ്യാസം കണ്ടും സാമ്പത്തികം കണ്ടും ഒന്നും ഇറങ്ങി പുറപ്പെടുന്ന ദൈവമക്കളെ ചോദിക്കണം, ദൈവമേ, ഇത് ദൈവഗീതമാണോ? കണ്ണിനിമ്പമായതൊന്നും ദൈവഗീതമല്ല. കാതി കേൾക്കുന്നത് എല്ലാം ദൈവഗീതമല്ല. ദൈവത്തോട് ആലോചന ചോദിച്ചിറങ്ങണം. അത് കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസമാണെങ്കിലും വിവാഹ ജീവിതമാണെങ്കിലും ഏതൊരു കാര്യത്തിനു മുൻപും ദൈവവൈദ്യൻ നീ ദൈവത്തോട് ചോദിക്കണം, ഇത് ശരിയാണോ, ഇതിന് പോണോ, ഇത് ശരിയായ വശമാണോ? നിങ്ങൾ എന്നോട് പിണങ്ങിയാലും എന്നോട് ഇണങ്ങിയാലും ഞാൻ ആത്മാവിൽ എന്നോട് പറയുന്നത് ഞാൻ പറയും. ദൈവമക്കൾ, ഒരുപക്ഷെ നിങ്ങൾക്ക് വേദനയായി തോന്നാം, ഒരുപക്ഷെ നിങ്ങൾ പ്രതീക്ഷിച്ച ഒരു സന്ദേശമായിരിക്കത്തില്ല ഈ സരോജ് വാസ് വന്ന് പറയുന്നത്. പക്ഷെ എനിക്കൊരു കാര്യം ഉറപ്പാണ്, അല്പം മുറിഞ്ഞാലും അതിനകത്തൊരു വിടുതലുണ്ടാകും. നമുക്കറിയാം, ഒരു ഹോസ്പിറ്റലിനകത്ത് ഒരു എമർജൻസി സർജറിക്ക് കയറുമ്പോൾ, ഒരു സർജറിക്ക് വേണ്ടി കയറുമ്പോൾ നഴ്സുമാരോ ഡോക്ടർമാർ ആരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കറിയാലോ, സർജറിക്ക് കയറുമ്പോൾ, സർജറി മുറിക്കകത്തേക്ക് കയറിയതിനു ശേഷം അവിടെ സംസാരം വല്ലതും ഉണ്ടോ? കത്രിക അല്ലേ, ആയുധങ്ങൾ മാത്രമേ, മുറിക്കലും കെട്ടലും തുന്നലും മാത്രമേ. അവിടെ വേറെ സംസാരങ്ങളൊന്നും. മനസ്സിലാകുന്നുണ്ടോ? അങ്ങനെ കുറച്ച് മുറിയും കുറച്ച് ഞെക്കുകയും കുറച്ച് കീറുമൊക്കെ ചെയ്ത് കുറച്ച് കഴിയുമെന്ന് പുറത്തേക്ക് ഇറക്കി 10-15 ദിവസം കഴിയുമ്പോൾ അത് എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങും, പൂർവ്വസ്ഥിതിയിലേക്ക് വരും. എന്നാൽ ഇതിന് ഈ ഒരു സാഹചര്യത്തിലൂടെ കയറി ഇറങ്ങിയാൽ മാത്രമേ ഇങ്ങനെ ഒരു സഞ്ചാരം ഉണ്ടാകൂ. ഒരിക്കൽ 2 പേര്, ഒരു കഥയാണ് ഞാൻ പറയുന്നത്, 2 പേര് വാഹനാപകടം ഉണ്ടായി. 2 പേരുടെയും കാലുകൾക്ക് അല്പം ഉളിവ് സംഭവിച്ചു. ചെറുതായിട്ടൊന്ന് തെന്നിയുള്ളൂ, പക്ഷെ 2 പേരുടെയും കാലിന് പ്രശ്നമാണ്. അങ്ങനെ 2 പേരും കൂടെ ഒരു വൈദ്യരെ കാണാനായി. അങ്ങനെ വൈദ്യനെ കണ്ട് ആദ്യത്തെ ആള് വൈദ്യന്റെ അടുക്കലേക്ക് കയറിപ്പോയി, ഉള്ളിലേക്ക് കയറിപ്പോയി. നമുക്കറിയാം വൈദ്യന്മാരുടെ കൈ കിട്ടിയ സാഹചര്യം എന്തായിരിക്കും നമുക്കറിയാം. കാലെ പിടിച്ച് വലിച്ച് തിരിച്ച് അല്ലെ, തിരിച്ച് മറിച്ച് കുടഞ്ഞു വലിച്ച് അല്ലെ, എന്തെല്ലാം കാണിക്കും. അപ്പോ അകത്തേക്ക് കയറിപ്പോയ ആളെ കാലുകളെല്ലാം പിടിച്ച് വലിച്ച് നിവർത്തി എല്ലാം ക്ലിയർ ആക്കുക. അപ്പൊ അദ്ദേഹം ഓരോ തിരികെ ഊന്ന് വെച്ച് ഭയങ്കര കരച്ചിലാണ്. അപ്പൊ പുറമെ ഇരുന്ന ഈ കാര്യങ്ങളെല്ലാം അദ്ദേഹം കേട്ടോണ്ടിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പം ആ 2ാമത്തെ ആളുടെ ഘട്ടം വന്നു.
അദ്ദേഹത്തെ കയറ്റിവിട്ടു. മറ്റേ ആൾ തിരിച്ചിറങ്ങി വന്നു. അദ്ദേഹം കയറിപ്പോയി. വളരെ ഒരു ഒച്ചയും ബഹളവും ഇല്ലാതെ ശാന്തമായി കാര്യങ്ങൾ കഴിഞ്ഞ് വെളിയിൽ വന്നു. വെളി വന്നപ്പോ കൂടെ നിന്ന ആള് ചോദിച്ചു, എടാ ഞാൻ കയറിയപ്പോ ഭയങ്കര കരച്ചിലും എന്റെ കാല് ഭയങ്കര വേദനയാണെന്നല്ലോ, ഞാൻ ഒത്തിരി കരയാനൊക്കെ ഇടയായി, നീ എന്താ ഒന്നും മിണ്ടാതിനെ ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ കാണിച്ചു കൊടുത്തത് എന്റെ മുറിവ്, എന്റെ ഒടിഞ്ഞ ഈ കേടുപറ്റിയ കാലല്ല ഞാൻ കാണിച്ചു കൊടുത്തത്, കേടുപറ്റാത്ത കാല കാണിച്ചു കൊടുത്തത്. എങ്ങനെ ഇരിക്കുന്ന കാര്യങ്ങൾ നോക്കി. കേടുപറ്റിയ കാല് കാണിച്ചു കൊടുത്താൽ ഇതൊക്കെ വലിച്ചു തിരിച്ചേനെ. അപ്പൊ ഞാനിത് കേടുപറ്റാതെ, അതുകൊണ്ട് എനിക്ക് എന്തില്ല. ഇന്ന് രാത്രി നാം മനസ്സിലാക്കുക, ഒരു രസകരമായി ഞാൻ പറഞ്ഞാലും, നിന്റെ കേടുകളെ, നിന്റെ ഒടിവുകളെ, നിന്റെ മുറിവുകളെ, പരിഹരിക്കേണ്ട മേഖലകളെ ചൂണ്ടിക്കാണിച്ചാൽ അത് അല്പം ഒന്ന് പിടിക്കുമ്പോഴും വലിക്കുമ്പോഴും അല്പം വേദന തോന്നും. പക്ഷെ പരിശുദ്ധാത്മാവ് പറയുന്നു, അതിന്റെ പിൻപിൽ എന്റെ കൈകളുണ്ട്. ദൈവമക്കളെ, ഓരോ കുടുംബങ്ങളുടെയും വിഷയങ്ങളിലേക്ക് ചെല്ലും. ഇന്ന് അല്പം മുമ്പ് ഒരു 10-20 മിനിറ്റ് മുമ്പ് ഒരു ദൈവദാസനെ വിളിച്ച് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എന്റെ കുടുംബജീവിതത്തിന് വിടുതലിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുക പാസ്റ്ററെ. ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല, ഞാൻ എങ്ങനെ കാര്യങ്ങൾ ക്രമീകരിക്കുന്ന എനിക്കറിയില്ല. ഒരല്പം മുമ്പ് ഒരു പാസ്റ്ററിനെ വിളിച്ച് പ്രാർത്ഥിച്ചതാണ്. നിങ്ങൾ ചിന്തിക്കണം, ഇന്നത്തെ കാലഘട്ടം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. കേവലം എന്തെങ്കിലും കേട്ട് എഴുന്നേറ്റ് പോകാനല്ല, മറിച്ച് കേൾക്കുന്നത് ജീവിതത്തിനകത്തൊരു വിടുതലായി പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി നമ്മോട് ഇടപെടുകയാണ്. ചിലതൊക്കെ മുറിയുന്നുണ്ടെങ്കിൽ, ചില മേഖലയിൽ അല്പം വേദന പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്റെ ജീവിതത്തിനകത്ത് ആകമാനം എനിക്ക് ചിലത് ചെയ്യാനുണ്ടെന്നാണ്. ഇപ്പോൾ ഇവിടെ നിന്ന് പ്രവചിച്ച് പറയാ, ബിനാൻഡി ഞാനിങ്ങനെ പ്രവചിച്ച് പറയാ, അമേരിക്കയിലേക്ക് ഞാനൊരു വിസ കാണുന്നുണ്ട്, ഒരു ഗൾഫിലേക്ക് ഒരു കോളിംഗ് ഞാൻ കാണുന്നുണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ കൈയടിക്കുമെന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ പറയാം, അതൊക്കെ പിന്നീടുള്ള ഭാഗമാണ്. അതൊക്കെ പിന്നീട് വരുന്ന ഭാഗം. നന്മയും കരുണയും എന്റെ ആയുഷ്കാലം ഞാൻ അതിനെ പിന്തുടരുന്നല്ല, അതെന്നെ പിന്തുടർന്നോളൂ. ഹലോ, കർത്താവിന്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുമ്പോൾ, ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് ഇടപെടുമ്പോൾ, ദൈവമേ ഞാൻ എവിടെയാ ക്ലിയർ ആക്കേണ്ടത്, ഞാൻ എവിടെയാ ശുദ്ധീകരിക്കപ്പെടേണ്ടത്, ദൈവമേ ഏത് ഭാഗത്താണ് ഒരു സർജറി നടക്കേണ്ടത്, ആ ഭാഗം ഒന്ന് സർജറി ഓപ്പൺ ചെയ്ത് സർജറിയാണ്, ഓപ്പൺ സർജറി ആയിക്കൊള്ളട്ടെ. അത് കീഹോൾ ആണെങ്കിൽ അങ്ങനെ ഏത് വിധത്തിലാ അതൊന്ന് ചെയ്യണമേ. അർത്ഥജാന വൈഡമാന വൈശസിയാധന. അല്പനേരം ദൈവത്തിന് നന്ദി പറയാൻ കഴിയുമോ? ഇന്ന് രാത്രി നീ ഇരിക്കുന്ന ഇരിപ്പിടത്തിനകത്ത് ആത്മാവിന്റെ തീ കത്തുകയാണ്. നീ ആയിരിക്കുന്ന മണ്ഡലത്തിനകത്ത് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ശക്തിയോടെ ഈ വചനം കേൾക്കുമ്പോൾ തന്നെ ഒരാത്മസ്പർശനം ശരീരത്തിലൂടെ വ്യാപരിക്കുന്നു. തീ പോലെ കത്തുന്ന ആത്മാവിന്റെ ജീവൻ ശക്തിയോടെ ശരീരത്തിലേക്ക് ആവസിക്കട്ടെ. കരമടിച്ചായിരിക്കുന്ന മണ്ഡലത്തിൽ അല്പനേരം ദൈവത്തിന് നന്ദി പറയാൻ കഴിയുമോ? ഇന്ന് രാത്രി എന്റെ മേൽ ഒരു അഭിഷേകത്തിന്റെ തീ ഇറങ്ങണം. എന്റെ തലമുറയുടെ മേൽ അഭിഷേകത്തിന്റെ തീ ഇറങ്ങണം. എന്റെ കുടുംബത്തിന്റെ മേൽ അഭിഷേകത്തിന്റെ തീ വ്യാപരിക്കണം. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി അങ്ങനെ ഒരു ദൈവ സാന്നിധ്യം ഈ സൂം പ്ലാറ്റ്ഫോമിനകത്ത് ശക്തിയോടെ വ്യാപരിപ്പാൻ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ചിലതിന്മേൽ അഭിഷേകത്തിന്റെ കരം ശക്തിയോടെ വ്യാപരിക്കണേ. ജിബി മാത്യു എന്ന് പറയുന്ന ദൈവദാസി കേൾക്കുന്നുണ്ട്. ജിബി മാത്യു, പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. നീ ഒന്നിനെ കുറിച്ചും വിചാരപ്പെടണ്ട. പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയും, നീ ഒന്നിനെ കുറിച്ചും വിചാരപ്പെടണ്ട. നിന്റെ ആവശ്യങ്ങൾ ദൈവത്തോട് അറിയിക്കാൻ പരിശുദ്ധാത്മാവ് ശക്തമായിരുന്നു. എന്താകും, എങ്ങനെയാകും എന്ന് വ്യാകുലപ്പെടുന്ന ചില വിഷയ സംബന്ധമായി ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി പറയുന്നു, നീ ഒന്നിനെ കുറിച്ചും
വിചാരപ്പെടുന്നത്. ഇത് മനുഷ്യന്റെ ശബ്ദമല്ല, ദൈവത്തിന്റെ ശബ്ദമാണ്. മാനുഷിക വാക്കുകൾക്ക് പരിമിതി ഉണ്ടെന്ന് ദൈവാത്മാവ് ഇടപെടുന്നു. മനുഷ്യന്റെ വാക്കുകൾക്കും വാചകങ്ങൾക്കും പരിമിതിയും ഉണ്ടെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തമായി ഇടപെടും. അപ്പൻ പറഞ്ഞാൽ വാക്ക് മാറും, അമ്മ പറഞ്ഞാൽ വാക്ക് മാറും, കാരണം അവർ മനുഷ്യരാണ്. എന്നാൽ കർത്താവിന്റെ ആത്മാവ് നിന്നോട് പറയുന്നു, നിന്റെ ദൈവം നിന്നോട് സംസാരിച്ചാൽ വാക്ക് മാറത്തില്ല. പരിശുദ്ധാത്മാവ് പറയുന്നു, വായ്ത്തത്വം ചെയ്തവൻ വിശ്വസ്തനാണ്, വാക്കു പറയുന്നവൻ മാറാത്ത ദൈവമാണ്. ഇന്നലകളിലേക്ക് നീ തിരിഞ്ഞു നോക്കിക്കേ. പലരും വാക്ക് മാറിയവരുണ്ട്, പലരും ഓർക്കാതെ പോയവരുണ്ട്, പറഞ്ഞത് പ്രവർത്തിക്കാതെ പോയവരുണ്ട്. അറിയില്ല, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, ഞാൻ അങ്ങനെ പറഞ്ഞതായി എനിക്ക് ഓർമ്മയില്ലെന്ന് പറഞ്ഞവർ കാണാം. ദൈവത്തിന്റെ ആത്മാവ് നിന്നോട് പറയുന്നു, ഞാൻ നിന്നോട് ചെയ്ത ഉടമ്പടികളെ, ഞാൻ നിന്നോട് ചെയ്ത വായ്ചട്ടങ്ങളെ നിവർത്തിപ്പാൻ ശക്തനായ ദൈവമെന്ന് പരിശുദ്ധ ആത്മാവ് വളരെ ഹൃദ്യമായി പ്രിയ മകളോട് ഇടപെടുകയാണ്. ഇവിടെ നെഹമ്യാവ് തന്റെ ജീവിതത്തിന്റെ ഉടനീളം പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ തന്നെ ആ മനുഷ്യന്റെ പൊസിഷൻ ഒരു സാധാരണ മേഖലയല്ല. അന്ന് അവിടെ അദ്ദേഹം ഒരു ഗവർണറായി ജോലി ചെയ്തുകൊണ്ടിരിക്കുക, ഒരു ഉയർന്ന പൊസിഷൻ നിൽക്കുകയാണ്, ഒരു ഉയർന്ന പൊസിഷനിൽ നിൽക്കുകയാണ്. നമ്മളൊക്കെ ചിന്തിച്ചു നോക്കിയാൽ നമുക്കൊക്കെ ഒരു സ്ഥാനമാറ്റം കിട്ടിക്കഴിഞ്ഞാൽ, ഞാനൊരു സെൻട്രൽ പാസ് ഒക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ എന്റെ സ്ഥിതിക്ക് മാറി, സൗണ്ട് വരെ മാറും. ബ്രദറെ ഇതൊക്കെ വിളിക്കുന്ന വിളിയൊക്കെ എന്തായിരിക്കും അല്ലേ? പിന്നെ ഇങ്ങനെ ഇപ്പോ ബീനാന്റിയൊക്കെ എന്നെ മീറ്റിംഗ് വിളിച്ച് ഞാൻ വരികയല്ല. ഞാൻ പറഞ്ഞു, ഞാനിപ്പോ ഒരു സെൻട്രൽ ശുശ്രൂഷകനാണ്, സെൻട്രലിന്റെ നേതൃത്വങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ദേവദാസി അത് പറ്റില്ല എന്ന് പറഞ്ഞു. എനിക്ക് വലിയ തിരക്കൊന്നും ഉണ്ടായിട്ടൊന്നും അല്ല, പിന്നെ ഞാൻ അതിന്റെ പൊസിഷൻ വെച്ചിട്ട് ഞാൻ അങ്ങ് പറയുക. ചില ആളുകൾ പറയാറുണ്ട്, പ്രസംഗ വേദികളിൽ പറയും, ഞാൻ ആരെയും കുറ്റപ്പെടുത്തി പറയും, പക്ഷെ സ്വാഭാവികമായി പറഞ്ഞു പോവുകയാണ്. ചില ആളുകൾ പറയും, എനിക്ക് ഇങ്ങോട്ട് തിരക്കിന്റെ ഇടയായതുകൊണ്ട് പ്രാർത്ഥിക്കാൻ പോലും സമയം കിട്ടിയില്ല. പിന്നെ എന്നത് പറയാമെന്നാ, എനിക്ക് ഒരു മിനിറ്റ് ദൈവസം ഇരിക്കാൻ സമയം കിട്ടിയിട്ട്, ഞാൻ തിരക്ക് ശുശ്രൂഷയുടെ തിരക്കുകൊണ്ട് ഒരു മിനിറ്റ് പോലും ദൈവസം ഇരിക്കാൻ സമയം കിട്ടിയില്ല. ഹലോ, ആരോടാ പറയുന്നേ? ആരോടാ പറയാം? ദൈവസന്നിധി ഇരിക്കാൻ പറ്റാതെ വന്നിട്ട് പിന്നെ എന്ത് പറയാനാ ഞാൻ അറിയാൻ തന്നെ. നോക്കിക്കേ, ഇദ്ദേഹത്തിന്റെ പൊസിഷൻ ഒരു ഗവർണറാണ്. ആ ഗവർണർ നോക്കിക്കേ, രാജാവിനോട് സംസാരിക്കും. നിങ്ങൾ ആ വചനം 1-ാം അധ്യായത്തിലുണ്ട്, വാക്കിങ് എടുക്കാത്തതാണ്. അവിടെ നമ്മളിങ്ങനെ വായിക്കുന്നത്, അവൻ ആ 1-ാം അധ്യായത്തിനകത്ത് അദ്ദേഹം ഗവർണറായ അദ്ദേഹം രാജാവിനോട് സംസാരിക്കാൻ പോകുമ്പോ ആ ക്യാപ്പിൽ ഒരു പ്രാർത്ഥന. ഹലോ, ഗവർണറായ നെഹമ്യാവിന് ഒരു സമയം ലഭിച്ചാൽ അദ്ദേഹം എടുക്കുന്നത് എന്തിനാണെന്നറിയാമോ? റീൽസ് കാണാനല്ല. അദ്ദേഹം ആ സമയം എടുക്കുന്നറിയോ? റീൽസ് കാണാനല്ല, ഇന്നത്തെ ഭാഷയിൽ റീൽസ് കാണാനല്ല, മറിച്ച് പ്രാർത്ഥിക്കാനാണ്. എന്നോട് പരിശുദ്ധാത്മാവ് അങ്ങനെ തന്നെ പറയാൻ പറയുന്നു, പ്രാർത്ഥിക്കുന്ന ചിലതിന് ഇതിനകത്ത് ദൈവാത്മാവ് ഇന്ന് രാത്രി വാർത്തെടുക്കും. ഈ സൂം പ്ലാറ്റ്ഫോമിനകത്ത്, ഈ ഉപവാസ പ്രാർത്ഥനയ്ക്കകത്ത് ഇന്ന് രാത്രി ദൈവം തീരുമാനിക്കുന്നത് 1 മിനിറ്റ് എങ്കിലും പ്രാർത്ഥിക്കുന്ന ഒരാളെങ്കിലും ദൈവത്തിന് വേണം. വചനം കേട്ട് നിങ്ങൾ എഴുന്നേറ്റ് പോകല്ല. ദൈവത്തിന് ഒരു തീരുമാനത്തോടെ എഴുന്നേക്കണം. 1 മിനിറ്റെങ്കിലും ദൈവം ഇന്ന് രാത്രി ദൈവദാസന്റെ വായിൽ നിന്ന് പരിശുദ്ധാത്മാവ് സംസാരിച്ചു. അതുകൊണ്ട് ഞാൻ എന്റെ പ്രാർത്ഥനയുടെ ദൈർഘ്യം 1 മിനിറ്റ് കൂട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഏകദേശം ഒരു 83 ഡിവൈസ് ഉണ്ടല്ലേ? 1 മിനിറ്റ് നിങ്ങൾ കൂട്ടി എത്ര? ഈ 83 മിനിറ്റ് പരിശുദ്ധാത്മാവായി ഇടപെടുന്നത്. ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് സംസാരിക്കുക. നിങ്ങളുടെ പ്രാർത്ഥനയിൽ 1 മിനിറ്റ് കൂട്ടാൻ. ദൈവമേ, ഈ സന്ദേശം എന്നോടാണ്, ഇന്ന് രാത്രി എന്നോട് പറയുന്ന സന്ദേശമാണ്. 1 മിനിറ്റ് കൂട്ടാൻ. നോക്കിക്കേ, ഒരു ഗവർണർക്ക് ഇതിൻ സെക്കൻഡുകളുടെ ക്യാപ്പുകൾ കിട്ടുമ്പം അതിനകത്തൊരു പ്രാർത്ഥനയുടെ ശബ്ദം ഉയർത്താൻ മനസ്സ് കാണിക്കുന്നുണ്ടെങ്കിൽ, ദൈവം, ഞാൻ ആ ഒരു മേഖലയിലൊന്നുമല്ല, ഞാൻ അത്രയ്ക്കും വലിയ ഹൈ പൊസിഷനൊന്നുമല്ല, ഞാനൊരു സാധാരണക്കാരനാ. എനിക്ക് ഇഷ്ടംപോലെ സമയമുണ്ട്.
ഇഷ്ടം പോലെ സമയമുണ്ട്. അതുകൊണ്ട് ദൈവമേ, ഞാൻ ഇന്ന് രാത്രി ഒരു തീരുമാനത്തിലേക്ക് വരികയാണ്. നെഹെമ്യാവേ, നീ ലഭിക്കുന്ന സമയത്തിനകത്ത് നീ പ്രാർത്ഥിക്കാൻ തയ്യാറായില്ലേ? ഇനി നമ്മൾ താഴേക്ക് വീണ്ടും വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന മറ്റൊരു സത്യം കൂടെ ഉണ്ട്. ഒന്ന് വായിക്കാൻ കഴിയുമോ? 1-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം ഒന്ന് വായിക്കാൻ പറ്റുമോ? എന്റെ സഹോദരിമാർ എന്റെ സഹോദരന്മാരിൽ ഒരുത്തനായ ഹനനിയായും യഹൂദയിൽ നിന്ന് ചില പുരുഷന്മാരും വന്നു. ഞാൻ അവരോട് പ്രവാസത്തിൽ നിന്ന് തെറ്റി ഒഴിഞ്ഞുപോയ യഹൂദന്മാരെ കുറിച്ചും യെരുശലേമിനെ കുറിച്ചും ചോദിച്ചു. മതി മതി മതി. താൻ ഇരിക്കുന്ന ഒരു വലിയ പൊസിഷനിൽ ഇരിക്കുമ്പോഴും ആരെ കുറിച്ച് ഒരു ആവലാതി ഉണ്ടെന്നറിയാം. സഹോദരന്മാരെ കുറിച്ച് മാത്രമല്ല, അവന്റെ ദേശമായ യെരൂശലേമിനെ കുറിച്ച് അവൻ അന്വേഷിക്കാൻ തയ്യാറായി. അത്രയ്ക്കും തിരക്കിട്ട ഒരു ജോലി തിരക്ക് താൻ കടന്നു പോകുമ്പോഴും അവൻ ആരെ കുറിച്ച് ചോദിക്കുകയാണ്? സഹോദരനെ കുറിച്ച്. ഇന്ന് സഹോദരന്മാരെ പോയിട്ട് സ്വന്തം വീട്ടില് ഭാര്യ ഭർത്താവ് മെസ്സേജ് അയക്കുക വാട്സപ്പില്. സുഖമാണോ, സന്തോഷമായിരിക്കണം, സമാധാനമായിരിക്കണം. തമ്മി മിണ്ടാനുള്ള സമയമില്ല, പിന്നെ എങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും? ഹലോ, തൊട്ടടുത്ത വീട്ടിൽ താമസിക്കുന്ന ആരാന്ന് ചോദിച്ചാൽ ആർക്കും അറിയില്ല. ആർക്കറിയില്ല, കാരണം അത്രയും തിരക്കായി പോയി ആള്. ഒരുമിച്ച് ആരാധിക്കുന്ന, പായലിരുന്ന് ആരാധിച്ച് എഴുന്നേറ്റ് പോകുന്ന, അല്ലെ കസേരന്ന് ആരാധിച്ച് എഴുന്നേറ്റ് പോകുന്ന സഹോദരി ആരാ വന്നേന്ന് പോലും എന്തല്ല അറിയാതെ പോകുകയാണ്. പക്ഷെ ഇവിടെ ഗവർണറായ നെഹമ്യാവ് നമുക്ക് തരുന്നൊരു പാഠമുണ്ട്. സഹോദരന്മാരെ കുറിച്ച് അവൻ അന്വേഷിച്ചു. താൻ സേഫാണ്, താൻ ഏറ്റവും മേത്തരമായ പൊസിഷൻ ഇരിക്കുകയാണ്. അപ്പോഴും അവന് അവന്റെ സഹോദരന്മാരെ കുറിച്ചൊരു വീങ്ങലുണ്ട്. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, നീ നന്മ അനുഭവിക്കുമ്പോഴും, നീ ഉന്നതങ്ങളിൽ എത്തുമ്പോഴും, നീ ശ്രേഷ്ഠകരമായ അനുഭവ സാഹചര്യം ഇരിക്കുമ്പോഴും പരിശുദ്ധ ആത്മാവ് നിന്നോട് പറയുന്നു, നിന്റെ സഹോദരങ്ങളെ കുറിച്ച് ഒരു ആരായൽ. ദൈവങ്ങളെ, നമ്മുടെ കാഴ്ചപ്പാടുകളെ ആകമാനം ദൈവം തമ്പുരാൻ മാറ്റി എഴുതുകയാണ്. നശിക്കുന്ന തലമുറയെ കുറിച്ച്, സഹോദര വർഗങ്ങളെ കുറിച്ച് അവരെങ്ങനെ ഇരിക്കുന്നു എന്നൊന്ന് ചോദിക്കാനുള്ള മനസ്സ് നമുക്കുണ്ടോന്ന ചോദ്യം. നമ്മൾ തിരിച്ചു മടങ്ങി വരാൻ ദൈവത്തിന്റെ ആത്മാവ് നിയോഗം തരുന്നു. നമ്മുടെയൊക്കെ ഫോൺ കോളുകൾ തന്നെ ശ്രദ്ധിക്കണം. ഒരു ഫോൺ വിളിക്കുമ്പോൾ സ്വന്തം ഭാര്യ വിളിക്കുകയാണെങ്കിൽ എന്തുണ്ട് വിശേഷം ചോദിക്കും. എന്താണ് ആ ചോദ്യത്തിൽ തന്നെ നമുക്ക് എല്ലാം കൊണ്ടും തീരും അല്ലേ? എന്താ കാര്യം എന്ന് പറയാം. വിളിക്കുന്ന ഭാര്യ അപ്പം തന്നെ കട്ട് ചെയ്ത് വീട്ടിൽ കാര്യം പോലും പറയാൻ നിൽക്കില്ല. ഫോൺ എടുത്ത് തന്നെ ഇവിടുന്ന് അച്ചായൻ ചോദിക്കുന്നത് എന്താണ്? അച്ചായന്മാരും എന്നോട് പിണങ്ങരുത്, അമ്മാമ്മമാരും എന്നോട് പിണങ്ങരുത്. ഒരു റിയാലിറ്റി പറയുകയാണ്. ഭാര്യ വിളിക്കുമ്പോഴേ എടുത്തിട്ട് എന്താ. അപ്പൊ ഇത് കേൾക്കുമ്പോൾ തന്നെ അവിടെ കട്ട് ചെയ്യും, പറയാനുള്ള കാര്യങ്ങൾ മറന്നു പോകും. പാവം. എന്നാ വേറെ വല്ലവരും വിളിച്ച പിന്നെ എന്തുണ്ട്, പിന്നെ പറഞ്ഞേ, പിന്നെ എങ്ങനെയാ, നിർത്തൂ. ഹലോ, നമ്മൾ മനസ്സിലാക്കണം സാഹചര്യങ്ങൾ എവിടെ എത്തി. ഇവിടെയാണ് നമ്മൾ തിരിച്ചറിവിന്റെ ലോകത്തിലേക്ക് വരേണ്ടത്. തിരിച്ചറിവിലേക്ക് വരാം. സഹോദരന്മാരെ കുറിച്ച് അവരെങ്ങനെ ഇരിക്കുന്നു എന്ന്. എത്ര നാളായി നമ്മുടെ മാതാപിതാക്കളെ വിളിച്ചിട്ട്, എത്ര നാളായി അവരോട് സംസാരിച്ചിട്ട്, നമ്മുടെ സ്വന്തം ബന്ധങ്ങളോട് എത്രമാത്രം നമ്മൾ നീതി പുലർത്തുന്നു, കൂറ് പുലർത്തുന്നു. ഇതെല്ലാം നമ്മൾ പരിശോധിക്കണം, അന്വേഷിക്കണം, ചോദിക്കണം. ഈ പാസ്റ്റർ വിളിക്കണ്ടെന്ന് ഇപ്പൊ തോന്നുന്നുണ്ടല്ലേ? കർത്താവിന്റെ ആത്മാവ് ശക്തമായി പറയുന്നു, നെഹമ്യാവ് സ്വന്തം സഹോദരന്മാരെ കുറിച്ച് ചോദിക്കുന്നവരെങ്ങനെ ഇരിക്കുന്നേ. പരിശുദ്ധാത്മാവ് ശക്തമായി പറയുന്നു, നമ്മൾ എങ്ങനെയായാലും നമ്മുടെ പ്രിയപ്പെട്ടവർ എങ്ങനെയാണെന്നുള്ള അകത്തൊരു കാന്തൽ
ഇന്ന് രാത്രി ദൈവാത്മാവ് നമ്മോട് ചോദിക്കുക, അങ്ങനെ അന്വേഷിക്കുന്ന ഒരു മനോഭാവത്തിനും മനോവിനയത്തിനും അവൻ അത്ര തൽപരനായിരുന്ന വചനം പറയുന്നു. ആഗ്രഹത്തോടെ സാധുരാജകൾ അർത്ഥജാനഘടക ശേതി പ്രബന്ധുനാദികച്ചസി. പരിശുദ്ധാത്മാവ് ശക്തമായി നമ്മോട് പറയുന്നു. ദൈവത്തിന്റെ ദാസനായ നെഹമ്യാവ് ചോദിക്കുന്നു, അവർ സുഖത്തോടെയാണോ സന്തോഷത്തോടെയാണോ ആ ദേശത്തെ കുറിച്ചൊക്കെ ചോദിക്കുക. അപ്പൊ അവിടുന്ന് കിട്ടുന്ന വാർത്ത എന്താണ്? അടുത്ത വാക്യം ഒന്ന് വായിച്ചു. അതിന് അവർ എന്നോട്, പ്രവാസത്തിൽ നിന്ന് തെറ്റി ഒഴിഞ്ഞുപോയ ശേഷിപ്പ് അവിടെ ആ സംസ്ഥാനത്ത് മഹാകഷ്ടത്തിലും അപമാനത്തിലും ഇരിക്കുന്നു. യെരൂശലേമിന്റെ മതിൽ. നെഹമ്യാവ് ചോദിച്ചത് കൊണ്ടല്ലേ പറഞ്ഞേ? ഇല്ലേ? പറയൂ. ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ ഇനി മുതൽ ചോദിക്കാൻ പറ്റും. നമ്മുടെ അടുത്തിരിക്കുന്ന വ്യക്തി ആരുമായിക്കൊള്ളട്ടെ, സഹോദര സുഖാണോ എന്ന് ചോദിച്ചു നോക്കുക. നിങ്ങൾക്കറിയാമോ, ചില വാക്കുകൾക്ക് അത്രയ്ക്കും പവറുണ്ട്. കൈ പിടിച്ചിട്ട് സാരമില്ല എന്ന് പറഞ്ഞു നോക്കിക്കേ, കോടികൾ കൊടുക്കുന്നതിന് പവറായിരിക്കും ആ വാക്കിനത്. ദേവദാസിമാരെ, ഞാനൊരു കാര്യം പറയാം. വേദനിച്ച് നിന്റെ അടുക്കൽ ഒരു വ്യക്തി വരുമ്പം കൈ പിടിച്ചിട്ട് സാരമില്ല, ഞങ്ങൾ പ്രാർത്ഥിക്കാം എന്നൊന്ന് പറഞ്ഞു നോക്കിക്കേ, അവക്ക് കിട്ടുന്ന ഒരു ബലം എന്നറിയാം. എത്ര ബലം എന്നറിയാം. ഞാൻ ഇന്നലെ പ്രസംഗിച്ച ആ പ്രസംഗത്തിൽ ഒരു കാര്യം ഞാൻ പറയട്ടെ. ലോകത്തിലെല്ലാ മനുഷ്യന്മാരും ആഗ്രഹിക്കുന്ന എന്താണെന്നറിയാം? അവരേറ്റവും അധികം വേദനിക്കുന്ന വിഷയം എന്താണെന്നറിയാം? എനിക്ക് ആരുമില്ല എന്നുള്ളതാണ്. ഞാനൊരു അനാഥനാണെന്നുള്ളതാണ്. മനസ്സിലാകുന്നു? അതിനൊരു ഉദാഹരണമാണ് ക്രൂശിൽ കിടക്കുന്ന കള്ളൻ താൻ യേശുവിനോട് എന്താ പറഞ്ഞേ? നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോ എന്നെ ഓർക്കണം. ഞാൻ ചോദിക്കരുത്, നമ്മൾ ഒരാളാണ് അങ്ങനെ കിടക്കുന്നത്, നമ്മൾ എന്ത് പറഞ്ഞു? എനിക്കൊന്ന് വീട്ടിൽ പോയാൽ മതി, എൻ്റെ അപ്പനെ ഒന്ന് കാണണം, എൻ്റെ മക്കളോട് കൂടെ ഒരു 10 വർഷം കൊണ്ട് ജീവിക്കണം, ഈ ക്രൂശിൽ നിന്ന് ഇറക്കി തരാൻ പറ്റും. ഇതല്ലേ നമ്മൾ ചോദിക്കുള്ളൂ. പക്ഷെ ആ വചനം എന്നെ പഠിപ്പിച്ചൊരു കാര്യമുണ്ട്. ക്രൂശിലെ കള്ളം പറയാ, എന്നെ ഈ ക്രൂശിൽ നിന്ന് ഇറക്കി വിട് കർത്താവ് എന്നോ, കർത്താവ് അത് ചെയ്തേനെ. അങ്ങനെ ഇറങ്ങിപ്പോയാൽ തന്നെ ഓർക്കാൻ ഒരു മനുഷ്യൻ ആ ലോകത്തിൽ നിന്ന് അവൻ തിരിച്ചറിയും. പക്ഷെ അവൻ മനസ്സിലായി, അല്പ മിനിറ്റ് കഴിയാൻ എൻ്റെ പ്രാണൻ ഈ ഭൂമിയിൽ നിന്ന് എടുത്തു കളയുന്ന മുമ്പ് ഈ ഭൂമിയിൽ ഒരു മനുഷ്യനെങ്കിലും എന്നെ ഓർക്കാനുണ്ടെന്നുള്ളൊരു തിരിച്ചറിവ്. അത് കേട്ടിട്ട് മരിക്കാനല്ലേ ആ മനുഷ്യൻ കൊതിക്കുന്നത്. ഇന്ന് രാത്രി പരിശുദ്ധാത്മാ പറയും, നീ ഏതൊക്കെയോ മേഖല അനാഥത്വം അനുഭവിക്കുന്നില്ലേ? ആരുമില്ല എന്നൊരു തേങ്ങലില്ലേ? ആരും എൻ്റെ കൂടെ ഇല്ല എന്നൊരു ചിന്തയില്ലേ? പരിശുദ്ധാത്മാവ് നിന്നോട് പറയുന്നു, ഞാൻ നിന്നെ അനാഥനായി വിടത്തില്ലെന്ന് പറഞ്ഞൊരു സ്വർഗം ഇന്ന് രാത്രി നിന്നോട് സംസാരിക്കുകയാണ്. ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം എന്ന് പറയുന്നത്, നിങ്ങളൊന്ന് ചോദിക്കണം, സഹോദരി കുറവ് എങ്ങനെയുണ്ട്? സന്തോഷമായിരിക്കുന്നു? ഒന്ന് ചോദിക്കാൻ പറ്റും. ഈ ബിന്ദു ബൈജു അല്ലേ പേര്? പരിശുദ്ധാത്മാ പറയുന്നു, പ്രവചന ശുശ്രൂഷ, രോഗശാന്തി ശുശ്രൂഷ, ഇതൊക്കെ ലോകം അറിയുന്നതും ആളുകൾ അംഗീകരിക്കുന്നതും ആളുകള് ബഹുമാനിക്കുന്നതും ഒക്കെ. പക്ഷേ സങ്കടത്തിലിരിക്കുന്ന ഒരു വ്യക്തിയെ പോയി സമാധാനിപ്പിക്കുക എന്ന് പറയുന്നത് അത് വലിയ ശുശ്രൂഷയായിട്ടൊന്നുമല്ല. ആളുകൾ അംഗീകരിക്കുകയോ അതിനുവേണ്ടി പ്രത്യേകം ക്ഷണിക്കുകയോ ചെയ്യത്തില്ല. കർത്താവിന്റെ ദാസിയോട് ദൈവത്തിന്റെ ആത്മാവ് പറയാൻ പറയുന്നു, നിന്റെ വാക്കുകൾ ചില ആളുകൾക്ക് ആശ്വാസം. ലക്ഷങ്ങൾ വിലമതിക്കുന്ന സമ്മാനത്തെക്കാൾ അധികാരവും പവറും നിന്റെ വാക്കുകൾക്കകത്തുണ്ടെന്ന് പരിശുദ്ധ ആത്മാവ് ശക്തമായി ഇടപെടുന്നു. ഘടകമന ഘടകം ശീതമനാന്തരേതികൾ ഘടകം ശത്രുനാദികൾക്ക് സൈന്യം. ചിലർക്കൊക്കെ തണുപ്പായി മാറുന്ന മേഖല. ചില വിഷയ സംബന്ധമായി നീ സംസാരിക്കുമ്പോൾ, എനിക്ക് ആ സഹോദരിയോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കറിയില്ല എന്തൊക്കെയോ ഒരു സമാധാനം കിട്ടിയത്. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നിന്നോട് പറയുന്നു, അനാഥത്വം അനുഭവിക്കുന്ന ചില മേഖലയിൽ, ഒറ്റപ്പെട്ട് കഴിയുന്ന ചില മേഖലകളിൽ, തകർന്നു പോയ ചില ആളുകളിടയിൽ ഞാൻ നിന്നെ അയക്കും. അവരെ നിന്റെ അടുക്കൽ കൊണ്ടുവരും. അവരുമായി നിനക്ക് കോണ്ടാക്ട് ബന്ധങ്ങൾ ഉണ്ടാകും. അത് മുഖാന്തരം അനേകർക്ക് ഒരു പുതുജീവൻ, ഒരു പുതിയ ശക്തി അവർ നേടിയെടുക്കും. ദൈവാത്മാവ് നിന്നോട് പറയുന്നു, അതുപോലെ അനേകരെ താങ്ങുന്ന ഒരു ശുശ്രൂഷ നിന്റെ മേലുണ്ടെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തമായി ഇടപെടും.
തക്ക സമയത്ത് പറയുന്ന വാക്ക് വെള്ളിത്താലത്തിലെ പൊന്നാരഞ്ഞ പോലെ ഇരിക്കണം. പരിശുദ്ധാത്മാവ് നിന്നോട് പറയുന്നു, നീ പറയുന്ന ചില പദപ്രയോഗങ്ങൾ ആളുകളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ തകർന്നു പോയ ചിലതിന് ഊർജമായി മാറുമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തമായി നിന്നോടിടും. ഒരു അബിഗയിലിന്റെ സ്ഥാനം നിന്റെ വ്യക്തിത്വ മണ്ഡലങ്ങൾ ഉണ്ടെന്ന് പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. വൈരാഗ്യ മനോഭാവത്തോടെ കൊല്ലണമെന്ന് മാത്രം ചിന്തിച്ച് ആൺതലമുറകളെ വേട്ടയാടി ഭൂമിയിൽ നിന്ന് ആൺതരികളെ കുടുംബത്തിൽ നിന്ന് ആൺതരികളെ എടുത്തു കളയണമെന്ന് മരണമൊഴി മുഴക്കിയതായ പൈശാചിക മണ്ഡലങ്ങൾ, മരണമൊഴി മുഴക്കിയതായ മരണത്തിന്റെ മണിനാഥങ്ങൾ നിന്റെ വാക്കുകൊണ്ട് തടുക്കുമെന്ന് പരിശുദ്ധാത്മാവ് ശക്തമായി ഇടപെടും. ദാവീദ് അബിഗയിൽ ഓടി വരുന്നത് കണ്ട് ദാവീദിന്റെ മുൻപിൽ വന്ന് അബിഗയിൽ പറഞ്ഞ ചില വാക്കുകൾ ദാവീദ് പറയുന്നു, നിന്റെ വാക്ക് എന്നെ തടുത്തു എന്നാണ്. പരിശുദ്ധാത്മാവ് പറയുന്നു, ആൺ തലമുറകളെ തരികളെ കുടുംബത്തിന്റെ അകത്തുനിന്ന് വാൾമുനയ്ക്ക് മുമ്പിൽ വെട്ടിക്കളയണമെന്ന് ചിന്തിച്ച് പുറപ്പെട്ടു വന്ന ദാവീദിനെ തടഞ്ഞു നിർത്തിയ അബിഗയുടെ വാക്കുകളാണ്. അത്രയ്ക്കും കഠോരവും അത്രയ്ക്കും പവറും അധികാരമുള്ള വാക്കുകളാണ്. ഈ ദിവസങ്ങൾ നിന്റെ വാക്കുകൾ ആ വിധത്തിൽ സംഭവിക്കപ്പെടുമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തമായി ഇടപെടും. കൊത്തളം പോലെ പരിശുദ്ധാത്മാവ് അങ്ങനെ പറയുന്നു, കൊത്തളത്തിനകത്ത് നീ കയറിയിരുന്നു കാവൽ കാക്കുന്നത് പോലെ ഇരിക്കണമെന്ന് ദൈവാത്മാവ് ശക്തമായി ഇടപെടുന്നു. കുടുംബത്തിനകത്ത് ചിലതിനെ മരണത്തിന് വേണ്ടി കൊണ്ടുപോകാൻ കൊതിക്കുന്നു. നീ പിടിച്ചു നിർത്തണം. പ്രാർത്ഥനയാണ്. പിടിച്ചു നിർത്തണമെന്ന് ദൈവാത്മാവ് ശക്തമായി ഇടപെടുന്നു. അവിടെ നമ്മൾ വായിച്ചത് ഇങ്ങനെയാണ്. അവിടെ ഇരിക്കുന്ന ജനത്തെ കുറിച്ച് നമ്മൾ അവിടെ വായിക്കുന്നു, മഹാകഷ്ടത്തിലും അപമാനത്തിലിരിക്കെ. മഹാകഷ്ടത്തിലും അപമാനത്തിലിരിക്കെ. വീണ്ടും വായിക്കുന്ന എങ്ങനെയാണ്, തീ വെച്ചും ചുട്ടും മതിൽ ഇടിഞ്ഞും കിടക്കി. ഹലോ, സാഹചര്യങ്ങൾ എത്ര കഠോരമാണെന്ന് മനസ്സിലായി. ഒരു മേഖലയിൽ കഷ്ടം അനുഭവിക്കുമ്പോൾ തന്നെ ആ കഷ്ടതയോടുകൂടെ തന്നെ എന്ത് വരികയാണ്? അപമാനം. നമ്മൾ പറയാം, ഇടി വെട്ടിയവരുടെ തലയിൽ പാമ്പ് കടിച്ചവരുടെ തലയിൽ ഇടി വെട്ടിയെന്നോ, അങ്ങനെ ഒരു പഴമൊഴി പറയാറില്ലേ? മഹാകഷ്ടത്തിൽ ഇരിക്കുന്ന സമയത്ത് തന്നെ ആ കഷ്ടം അനുഭവിക്കുമ്പോൾ തന്നെ എന്ത് വരികയാണ്? അപമാനം കൊണ്ടേ സഹിക്കാൻ പറ്റുമോ ദൈവമക്കളെ? അങ്ങനെ ഒരു അപമാനത്തിലൂടെ കടന്നു പോകുമ്പോൾ വാതില് തീ വെച്ച് ചുട്ട് കളഞ്ഞു, മതിലുകൾ ഇടിഞ്ഞു കിടക്കും. ഹലോ, ഇത്രയും പ്രയാസം നിറഞ്ഞ പ്രതിസന്ധി നിറഞ്ഞ ഒരു വാർത്തയാണ് നെഹമ്യാവ് കേട്ടത്. അവിടെയാണ് 4-ാം വാക്യത്തിന്റെ പ്രസക്തി വരുന്നത്. 4-ാം വാക്യം നാം ഇങ്ങനെയാണ് വായിക്കുന്നത്, ഈ വർത്തമാനം കേട്ടപ്പോൾ. ഏത് വർത്തമാനമാണ്? കഷ്ടത്തെക്കുറിച്ചുള്ള വർത്തമാനം, അപമാനത്തെക്കുറിച്ചുള്ള വർത്തമാനം, കരിഞ്ഞു കിടക്കുന്നതിനെ കുറിച്ചുള്ള വർത്തമാനം, ഇടിഞ്ഞു കിടക്കുന്നതിനെ കുറിച്ചുള്ള വർത്തമാനം. സ്തോത്രം. ഞാൻ പറയട്ടെ, നമ്മൾ ചിന്തിക്കുക, ചിലപ്പോഴൊക്കെ നമ്മൾ ഇങ്ങനെയുള്ള വാർത്ത കേൾക്കുമ്പോൾ നമ്മുടെ പ്രതികരണം എങ്ങനെയാണെന്നറിയാമോ? അവർക്ക് അങ്ങനെ വരണമായിരുന്നു, അല്ലേ? അവർക്ക് വന്നില്ലെങ്കിലേ അത്ഭുതമുള്ളൂ, അല്ലേ? ചിലപ്പോ നമ്മൾ പറയും, അതൊക്കെ ചെയ്തതിന്റെ പ്രവൃത്തി ദോഷം അനുഭവിക്കട്ടെ, അല്ലേ? ഹലോ, ഇനി നമുക്കതൊന്നും പറയാൻ ദൈവം സ്വാതന്ത്ര്യം തരുന്നില്ല. ദൈവാത്മാ പറയുന്നു, ചില അപമാനത്തെ കുറിച്ച് നിന്റെ കാതിൽ കേൾക്കുമ്പോൾ, ചില ഇടിവുകളെ കുറിച്ച് നിന്റെ കാതിൽ കേൾക്കുമ്പോൾ, അറിയാം ഈ ബിജോയ് പാസ്റ്റർ വൈഫിനോട് ദൈവാത്മാവ് ഇടപെടുന്നു, അല്ലേ? വൈഫല്ലേ അടുത്തിരിക്കുന്നത്? പരിശുദ്ധാത്മാവ് പറയുന്നത് ഇങ്ങനെയാണ്, മറ്റാരും കേൾക്കാത്ത ചില വാർത്തകൾ, മറ്റാരും അറിയാത്ത ചില കാര്യങ്ങൾ എന്തിനാ നിന്നോട് മാത്രം ഇടപെടുന്നത്?
മറ്റാരും അറിയാത്ത പല കാര്യങ്ങളും, പലരുടെയും വിഷയങ്ങൾ എന്തുകൊണ്ടാണ് നിന്റെ കാതിൽ കേൾക്കുന്നത്? കർത്താവിന്റെ ആത്മാവ് ശക്തമായി പറയുന്നു, നിന്റെ കാതിൽ കേൾക്കുന്ന വിഷയത്തിന് വേണ്ടി നീ എടുക്കുന്ന എഫോർട്ടാണ് നിന്നെ വീണ്ടും വീണ്ടും ആ വിഷയത്തിലേക്ക് കൊണ്ടുപോകുന്നത്. വ്യക്തിപരമായ സാഹചര്യങ്ങളെ നോക്കാതെ, വ്യക്തിപരമായ ജീവിതത്തെ നോക്കാതെ, വ്യക്തിപരമായതൊന്നും നോക്കാതെ കേൾക്കുന്ന വിഷയ സംബന്ധമായി എന്റേതെന്ന് കണ്ട് നീ ഉൾക്കൊണ്ടിറങ്ങുന്നത് കൊണ്ട് മാത്രമാണ് ആ വിധത്തിൽ ചില വിഷയങ്ങൾ വ്യക്തിപരമായ ജീവിതത്തിൽ വരുന്നത്. കർത്താവിന്റെ ആത്മാ പറയുന്ന അങ്ങനെ തന്നെ നീ പുറപ്പെടണം. പ്രവാചകന്റെ അടുക്കൽ മരിച്ചുപോയ കുഞ്ഞിനെയും കൊണ്ട് വിധവ വന്ന് നിൽക്കുകയാണ്. വിധവ പറയുന്നു, എൻ്റെ കുഞ്ഞ് മരിച്ചു. അവിടെ പ്രവാചകൻ ചെയ്തത് എന്താണെന്നറിയാമോ? പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുന്നു, ആ കുഞ്ഞിനെ ഇങ്ങോട്ട് തരിക, എൻ്റെ കയ്യിലേക്ക് തരിക എന്ന് പറഞ്ഞിട്ട് ആ കുഞ്ഞിനെയും എടുത്തുകൊണ്ടുപോയി താൻ കിടക്കുന്ന കട്ടിലിന്റെ മീതെ കിടത്തി അതിന്റെ മുകളിൽ കമിഴ്ന്നു കിടന്നിട്ട് അവൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, ഈ കുഞ്ഞിന്റെ ജീവൻ തിരിച്ചു തരണം. പരിശുദ്ധാത്മാവ് പ്രിയ ദൈവദാസിയോട് ഇങ്ങനെ ചില വിഷയങ്ങൾ നീ ഏറ്റെടുക്കാൻ പോകുക. ലോകം റിസൾട്ട് തരുന്ന മരിച്ചെന്നാണ്, ജീവൻ പോയെന്നാണ്, ഇത് 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 ഒരിക്കലും സൗഖ്യമില്ല എന്നാണ്. കർത്താവിന്റെ ആത്മാ പറയുന്നു, ചില വിഷയങ്ങൾ നീ ഏറ്റെടുക്കുന്ന സമയങ്ങൾ അടുക്കും. ശുശ്രൂഷയിൽ ഒരു വിശാലതയിലേക്ക് ദൈവം നമ്മൾ അങ്ങോട്ട് പോവുകയാണ്, അത്ഭുതകരമായ ശുശ്രൂഷയിലേക്ക്. കർത്താവിന്റെ ആത്മാവ് അങ്ങനെ തന്നെ പ്രവചിച്ചു പറയുന്നു, ചില വിഷയങ്ങളെ, മരിച്ചു പോയതുപോലുള്ള ചില വിഷയങ്ങളെ നീ ഏറ്റെടുക്കണം. ഘടകം ശബ്ദനാധികക്ഷേതി വായിട പവനാധികക്ഷാതി അന്തൽ ഘടകം ശബ്ദന. ഈ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ നടക്കുന്നതിന് ഫലമായി ചില ഊരുകളിൽ നിന്ന്, ചില കുലങ്ങളിൽ നിന്ന്, ചില വ്യക്തികൾ ഒരു കൂട്ടമായ ഒരു വിടുതല്, കൂട്ടമായ ഒരു പുറപ്പാട്, കൂട്ടമായ ഒരു വിടുതൽ ഇന്ന് ശുശ്രൂഷയിൽ വെളിപ്പെടുമെന്ന് പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. കൂട്ടമായ ഒരു വിടുതൽ നടക്കുകയാണ്. കൂട്ടമായ ഒരു കൂട്ടം ഒരു അത്ഭുതം കാണുമ്പോൾ ഓടിക്കൂടുകയാണ്. വിശുദ്ധാത്മാവ് അങ്ങനെ തന്നെ പറയും, ദൈവദാസനെ നിങ്ങൾ കുടുംബമായി അങ്ങനെ തന്നെ പ്രാർത്ഥിച്ചു, ഞങ്ങളുടെ ശുശ്രൂഷയ്ക്കകത്ത് അത്ഭുതങ്ങൾ നടക്കണം. കാലഘട്ടങ്ങളെ അതിജീവിക്കുന്ന നിയമങ്ങളെ അതിജീവിക്കുന്ന വെല്ലുവിളികളെ അതിജീവിക്കുന്ന അത്ഭുതത്തിന്റെ ശുശ്രൂഷ. അതിശോക്തി പ്രവചിക്കുകയല്ല, പരിശുദ്ധാത്മാവ് ശക്തമായി ഇടപെടുന്നു. ആ വിധത്തിൽ ഒരു അത്ഭുതത്തിന്റെ ശുശ്രൂഷയിലേക്ക് ദൈവം തമ്പുരാൻ നിങ്ങളെ ഉയർത്താൻ പോവുകയാണ്. കഷ്ടതയുടെ കാലഘട്ടങ്ങളെ മറന്ന്, വേദനയുടെ സമയങ്ങളെ മാറ്റി ദൈവം തമ്പുരാന്റെ പ്രവൃത്തി ആരംഭിക്കുകയാണ്. വിശ്വാസത്തോടെ, കരുത്തോടെ നിൽക്കാം. ദൈവത്തിന്റെ ആത്മാവ് ബുദ്ധി പറയുകയാണ്, നിന്റെ ജീവകാലത്ത് ഒരിക്കലും ദൈവദാസനെ നിനക്കെതിരെ ഒരുത്തനും നിൽക്കത്തില്ല. ഞാൻ മോശയോട് കൂടുന്നത് പോലെ നിന്നോടും കൂടെ ഇരിക്കും. നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കയില്ലെന്ന് യോശുവയോട് അരുളി ചെയ്ത വചനം നിന്നോട് ഇടപെടുകയാ. നോക്കിക്ക്, ഇത്രയും കാര്യങ്ങളെ കണ്ടിട്ട് അദ്ദേഹം ചെയ്തത് എന്താ? 4-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നത്, ഈ വർത്തമാനം കേട്ടപ്പോൾ, ഒന്നും കൂടെ വായിക്കാമോ? ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാൻ ഇരുന്ന് കരഞ്ഞു, കുറെ നാൾ ദുഃഖിച്ചും ഉപവസിച്ചും കൊണ്ട് സ്വർഗത്തിലെ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചു പറഞ്ഞതെന്നാൽ. ഞാൻ ഇരുന്ന് കരയാൻ തുടങ്ങി അല്ലേ ബീനാൻഡി? അങ്ങനെയല്ലേ? ചില വാർത്തകളുടെ മുമ്പിൽ കരഞ്ഞതല്ലേ ഈ കാലഘട്ടങ്ങളിൽ നടന്നത്? കരഞ്ഞ് മേടിച്ചതല്ലേ പലതും? കരഞ്ഞ് പ്രാപിച്ചതല്ലേ പലതും? ഹലോ, കർത്താവിന്റെ ആത്മാവ് സംസാരിക്കുന്നു, കരഞ്ഞ് പ്രാപിച്ചതല്ലേ? ഒരു കുഞ്ഞ് തന്റെ അപ്പന്റെ മുമ്പിൽ വിങ്ങി വിങ്ങി കരയുന്നത് പോലെ കരഞ്ഞ് മേടിച്ച ചിലതുണ്ട് നിന്റെ കൈ.
പരിശുദ്ധാത്മാ പറയുന്നത്, കർത്താവിന് ദാസിയെ ആരെങ്കിലും ഔദാര്യമായി തന്നതോ, ആരെങ്കിലും വെറുതെ തന്നോ അതിന് വിലയില്ല. പക്ഷേ കരഞ്ഞു മേടിച്ചത് എന്നൊരു ഓർമ്മയായി നിൽക്കും. പരിശുദ്ധാത്മാ പറയുന്നു, കരഞ്ഞു പ്രാപിച്ചത്, കരഞ്ഞു മേടിച്ചതിന്റെ പുറകിൽ ഒരു ചലനം. കരഞ്ഞു മേടിച്ചതിന്റെ കരുത്തറിയണോ? 1 ശമൂവേലിന്റെ പുസ്തകം 1-ാം അധ്യായത്തിനകത്ത് കാണുന്നത് ഇങ്ങനെയാ. പരിശുദ്ധാത്മാവ് കർത്താവിന്റെ ദാസിയോട് ഇടപെടുന്ന വാക്കുകളാണ്. അകത്തും കുത്തല, പുറത്ത് എന്നാലും കുത്തല. ആലയത്തിലേക്ക് ചെല്ലുമ്പോൾ, ആലയം വിട്ട് വീട്ടിൽ വരുമ്പോ ഒക്കെ കുത്തല, മൊത്തത്തിൽ കുത്തലാണ്. കരയാതിരുന്ന കാലങ്ങളിൽ, അങ്ങനെ കരഞ്ഞുകൊണ്ട് ആലയത്തിനകത്തെങ്കിലും ചെന്ന് കരയാന്ന് വിചാരിച്ചു. അവിടെ ചെന്ന് കരയുമ്പോഴും അവിടെ പരിഹസിക്കപ്പെടുകയാണ്. കരച്ചിലല്ല, അവര് പറയുന്നത് കരച്ചിലല്ല, ഇത് വീഞ്ഞു കുടിച്ചിട്ട് പേക്കോലം കാണിക്കുന്നതാണ്. ഒരു ഭ്രാന്തി എന്ന് പോലും അഭിസംബോധന ചെയ്ത സാഹചര്യങ്ങൾ, ശരിയായ ഒരു നോർമൽ സ്റ്റേജിലല്ല ഇവളെന്ന് പറഞ്ഞ സാഹചര്യങ്ങൾ. കരഞ്ഞു മേടിച്ചത് എന്താണെന്നറിയണമോ? അടുത്ത അധ്യായങ്ങൾ തുറക്കുമ്പോൾ അറിയാം. കരഞ്ഞു മേടിച്ചത് കാലഘട്ടങ്ങൾ പലത് കഴിഞ്ഞപ്പോൾ കയറി ചെല്ലുമ്പോൾ അറിയാമോ, രാജാവിൻ്റെയും പ്രഭുക്കന്മാരുടെയും കൊട്ടാരങ്ങൾ പേടിച്ചുകൊണ്ടിരുന്നു. വായിക്കുന്നത് ഇങ്ങനെയാണ്. ശമൂവേൽ ബാലൻ വരുമ്പോ, ശമൂവേല് വരുമ്പോ അവര് ചോദിക്കുന്ന ചോദ്യം, നിന്റെ വരവ് ശുഭം തന്നെയോ? പേടി മുട്ടാടും. പരിശുദ്ധാത്മാവ് ദൈവദാസിയോട് ഇടപെടുന്നു. നീ കരഞ്ഞു പ്രാപിച്ചത് കൊണ്ടാ ചില മേഖലകൾ വിറയ്ക്കുന്നത്, ചില മേഖലകൾ ഭയക്കുന്നത്. ശുഭമാണോ, ശരിയാണോ? ഒന്ന് പ്രാർത്ഥിച്ചു നോക്കിയേ. ആ ദൈവദാസി പറയുന്നത് പോലെ ഒന്ന് പ്രാർത്ഥിച്ചു നോക്കി. അവർ പറഞ്ഞാൽ, അവർ പറയുന്നത് എന്താ? അവർ പറയുന്നത് പോലെ കരഞ്ഞ് മേടിച്ചതിന്റെ പവറാ ഞാൻ വിളിച്ചു പറയുന്നത്. രാത്രി ഈ ശബ്ദം കേൾക്കുന്ന ദൈവമക്കളോട് പരിശുദ്ധാത്മാ പറയും, നീ കരഞ്ഞു മേടിച്ചോ. ചിലത് കരഞ്ഞു മേടിച്ചത് ദാൻ മുതൽ ബേർശേവ വരെ. നോക്കിക്കേ, അവളുടെ തലമുറ ദാൻ മുതൽ ബേർശേവ വരെ യഹോവയുടെ വിശ്വസ്ത പ്രവാചകൻ. നോക്കിക്കേ, ഒരു നാട് മുതൽ ഒരു നാടിന്റെ അറ്റം വരെ വിശ്വസ്തതയുടെ കാവലായി മാറി. ഒന്ന് കൈയടിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്തേ. ഞാൻ പ്രാപിച്ചത്, ഞാൻ കരഞ്ഞു മേടിച്ചത്, അത് ചില പട്ടണം മുതൽ ചില പട്ടണത്തിന്റെ അറ്റം വരെ അറിയപ്പെടുന്ന മേഖലയാണ്. ദൈവം നമ്പുരാൻ പണിയുകയാണ്. Or in the name of Jesus. സാഘമന രാധമന രാധമന ശ്യാധന വൈഡന റിയാംധന അർദ്ധന റഖാനി അന്നൽ ഭവന. പ്രാർത്ഥിച്ചോ, നീ കരഞ്ഞു പ്രാപിക്കുന്ന ചിലത് ചലിക്കാൻ പോകുകയാ. കരഞ്ഞു പ്രാപിക്കുന്ന ചിലത് വെളിപ്പാടേറ്റെടുക്കാൻ പോകുകയാ. കരഞ്ഞു പ്രാപിക്കുന്ന ചിലത് മറ്റു പലതിന് ഭയമായി മാറാൻ പോകുകയാ. അതൊരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ കോറിയിടുകയാണ്. നിങ്ങളുടെ ഉള്ളിൽ കിടക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത് കേട്ടോ. വാക്കുകൾ പരാജയപ്പെടുന്നിടത്ത് കണ്ണുനീർ വിജയം കൊണ്ടുതരും. ഞാനൊന്നുകൂടെ ആവർത്തിക്കാം. വാക്കുകൾ പരാജയപ്പെടുന്നിടത്ത് കണ്ണുനീര് വിജയം കൊണ്ടെത്തി. മനസ്സിലാക്കിക്കോ, ഇതൊരു പദമാണ്. ദൈവാത്മാവ് നമ്മുടെ അകത്തിടുന്നൊരു പദമാണ്. നീ പറഞ്ഞ് പല വിഷയത്തിൽ പറഞ്ഞ് പരാജയപ്പെട്ട വിഷയമാകാം. പക്ഷെ നിന്റെ കണ്ണുനീര് അതിന് വിജയം തരും. പദം ചൊല്ലി പറഞ്ഞ് മടുത്തുപോയതാകാം. ഇനി എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല, ബലമില്ലാതാകുവോളം കരഞ്ഞ ദാവീദിനെ പോലെ നീ ബലമില്ലാതാകുവോളം പറഞ്ഞു മടുത്ത ചില വിഷയത്തിന്റെ നടുവിൽ കണ്ണുനീരിനാൽ വിജയത്തെ ദൈവം നമ്പുരാൻ നിനക്ക് വേണ്ടി പുറപ്പെടുവിക്കാൻ സമയമായെന്ന് പരിശുദ്ധാത്മാവ് പ്രവചിക്കുന്നു. എനിക്കറിയില്ല എങ്ങനെയൊക്കെ പറയാൻ ദൈവം എനിക്ക് നിയോഗം തരുന്ന എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ നിങ്ങളുടെയൊക്കെ പേര് വിളിച്ചില്ലെങ്കിൽ ദൈവമക്കളെ അതിന് സമയമില്ലാത്തത് കൊണ്ടാണ്.
എൻ്റെ ഒരു കുഞ്ഞ ഫോൺ, ഒരു സാധാരണ ഫോണാണ്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുമ്പോൾ തന്നെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ആകെ പരിപാടിപ്പെടുക. അതുകൊണ്ടാണ്. പക്ഷേ നിങ്ങളെയൊക്കെ കാണുന്ന ഒരു ദൈവം സംസാരിക്കുന്നുണ്ട്. നീ പറഞ്ഞുകൊണ്ട് എന്നോടുള്ള സന്ദേശമാ. ഞാൻ പലപ്പോഴും പലരോടും പറഞ്ഞിട്ടും മറുപടി കിട്ടാത്ത ചില വിഷയത്തിന് മുമ്പിൽ കർത്താവ് എന്റെ കണ്ണുനീര് വിജയം കൊണ്ട് തരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ചൂണ്ടിക്കാണിക്കുന്ന ഒരു മറുപടി ദൈവയിലെ കേട്ടോ. ദൈവാത്മാവ് ശക്തമായി പറയുന്നു, കരയുന്നവന്റെ മുമ്പിൽ കരഞ്ഞ് കിട്ടുന്നതൊക്കെ ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്നതായിരിക്കും. ചോദിച്ചു വാങ്ങുന്നതും റിക്വസ്റ്റ് ചെയ്ത് വാങ്ങുന്നതും പണം കൊടുത്ത് വാങ്ങുന്നതൊന്നും ചൂണ്ടിക്കാണിക്കത്തക്കൊന്നും അല്ലെന്നേ. മനസ്സിലാകണ്ടോ ഞാൻ പറയുന്നേ? ഹലോ, ഞാൻ പറയുന്നത് മനസ്സിലാകുന്നു? നോക്കിക്കേ, അത് വീഞ്ഞു കുടിച്ചും മത്ത് പിടിച്ചെന്ന് പറഞ്ഞ ആളെ തോണ്ടിക്കൊണ്ട് പറയാ, അച്ഛാ ഇങ്ങ് നോക്കിക്കേ, അച്ഛന് കണ്ണ് കാണല്ലേ, അച്ഛാ ഇങ്ങോട്ട് നോക്കി അച്ഛാ, ഇതിനു വേണ്ടിയാ ഞാൻ കരഞ്ഞേന്നേ, ഇതിനു വേണ്ടി ഏത് ഇതിനു വേണ്ടിയാ ഞാൻ കരഞ്ഞ, ഈ സൗമ്യന്മാരന് വേണ്ടിയാന്നേ. തോണ്ടിക്കാണിക്കാൻ, ചൂണ്ടിക്കാണിക്കാൻ, തൊട്ടു കാണിക്കാൻ, കാണാൻ പറ്റുന്നത് തന്നെയാന്നേ നിനക്ക് കിട്ടുന്ന മറുപടി. ഹലോ, കരഞ്ഞോ അങ്ങോട്ട് ദൈവസന്നിധിയില്? മനുഷ്യന്റെ മുമ്പിൽ കരയാൻ പോകല്ലേ. മനുഷ്യന്റെ മുമ്പിലല്ല നീ കരയണ്ടേ, സ്വർഗത്തിലെ ദൈവത്തിന് മുമ്പിൽ കരഞ്ഞോ. ചൂണ്ടിക്കാണിക്കുന്ന മറുപടി, കരയുന്നവന് ചൂണ്ടിക്കാണിക്കുന്ന മറുപടി ഇന്ന് രാത്രി ദൈവം തരുകയാണ്. വീഞ്ഞു കുടിച്ചും മത്തരങ്ങട്ടെ എന്ന് പറഞ്ഞ വ്യക്തി കഴുത്തൊടിഞ്ഞ് വീണ് കിടക്കുമ്പം, വെളിപ്പാടില്ലാതെ കിടക്കുമ്പം, ദർശനമില്ലാതെ കിടക്കുമ്പോ ഒരു ബാലകൻ അകത്ത് കയറി വെളിപ്പാട് പ്രാപിച്ചു. കരഞ്ഞതിന്റെ ഫലമാണേ വെളിപ്പാട് നഷ്ടപ്പെട്ട ചിലതൊക്കെ കഴുത്തൊടിഞ്ഞ് വീഴുമ്പോ ദർശനം പ്രാപിച്ചു, വെളിപ്പാട് പ്രാപിച്ച്, സന്ദേശം പ്രാപിച്ച്, തൈലക്കൊമ്പെടുത്ത് അഭിഷേകത്തിന്റെ ശുശ്രൂഷ ചെയ്ത് രാജാക്കന്മാരെ പ്രമുഖന്മാരെയും പുറത്തു കൊണ്ടുവന്നത് എന്താണെന്നറിയാമോ? കരഞ്ഞതിന്റെ മറുപടിയാ. എന്റെ പല്ലുവേദനയെല്ലാം പോയി ഇന്ന് രാത്രി. എന്നോട് പരിശുദ്ധാത്മാവ് ദൂത് പറയാൻ പറയാ. കരഞ്ഞതിന്റെ മറുപടി അഭിഷേകത്തിന്റെ ശുശ്രൂഷ ചെയ്തേക്കൊന്നേ. കരഞ്ഞതിന്റെ മറുപടി തൈലക്കൊമ്പെടുത്തോണ്ട് ചില കൊട്ടാരങ്ങളിലേക്ക്, ചില കുടിലുകളിലേക്ക്, ചില കുടുംബങ്ങളിലേക്ക് സഞ്ചരിക്കാൻ തുടങ്ങും. നിന്റെ തലമുറയ്ക്ക് വേണ്ടി നീ കരഞ്ഞോ, നിന്റെ തലമുറ ശുശ്രൂഷയുടെ വേദി പങ്കിടാൻ പോകുകയാണ്. അമ്മമാരുണ്ടോ പ്രാർത്ഥിക്കാൻ? കരയാൻ പറ്റിയ ദൈവദാസിമാരിനകത്തുണ്ടോ? പരിശുദ്ധാത്മാവ് നിന്നെ നോക്കി പ്രവചിക്കുന്നു, ശബ്ദമുയർത്തി പ്രവചിക്കുന്നു. നിന്റെ തലമുറയ്ക്ക് വേണ്ടി നീ കരയാൻ തുടങ്ങിയാൽ, പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ, കരയാൻ തുടങ്ങിയ ആ തലമുറ കയ്യിൽ അഭിഷേകവും ഏന്തിക്കൊണ്ട് പലതിന്റെയും തലയിൽ കൈവച്ച് അത് രാജാക്കന്മാരായി, പ്രവാചകന്മാരായി, ശുശ്രൂഷകന്മാരായി ചിലതിനെ കൈവയ്ക്കാൻ നിന്റെ തലമുറയെ എനിക്ക് എഴുന്നേൽപ്പിക്കാൻ പദ്ധതികളുണ്ട്. പേര് പറയാൻ സമയമില്ല, ഞാൻ വേഗത്തിൽ പോയി. ശക്തമായ ദൈവാത്മാവ് പറയാ, നീ പ്രാർത്ഥിച്ചോ. ദൈവാത്മാവ് നിന്റെ തലമുറ ഏത് മണ്ഡലത്തിലാണ് പ്രാർത്ഥിച്ചു, ശക്തമായി പ്രാർത്ഥിച്ചു. പ്രാർത്ഥിക്കുന്ന എസെക്കിയേലിന്റെ അപ്പനും അമ്മയും അവർ പുരോഹിതന്മാരാണ്. അവർ പ്രാർത്ഥിക്കുന്നതിന്റെ കാരണത്താൽ കേബാർ നദീതീരത്ത് പ്രവാസത്തിൽ തന്റെ 30-ാമത്തെ വയസ്സിൽ സ്വർഗം തുറന്നിരിക്കുന്ന സ്വർഗീയ വെളിപ്പാട് പ്രാപിച്ചു. ആര്? 30-ാമത്തെ വയസ്സിൽ കേബാർ നദീതീരത്ത് അന്ധകാരങ്ങൾ കൊണ്ട് നിറഞ്ഞ, ആഭിചാരങ്ങൾ കൊണ്ട് നിറഞ്ഞ, ശകുനവാദങ്ങൾ കൊണ്ട് നിറഞ്ഞ, മന്ത്രവാദികളെ കൊണ്ട് നിറഞ്ഞ, തെറ്റിനും ശരിക്കും കൂട്ടുനിൽക്കാത്ത ഒരു മേഖലയ്ക്കകത്ത് നിങ്ങൾ എത്ര പേര് നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി ഇപ്പൊ പ്രാർത്ഥിക്കുന്നത് എനിക്കറിയില്ല. പക്ഷെ ഒരു അഭിഷക്തൻ എന്ന നിലയിൽ ഈ ദൂത് കൈമാറുമ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ എവിടെയാണെങ്കിലും ഒന്ന് പ്രാർത്ഥിച്ച് ഈ പ്രാർത്ഥന ചലിക്കാൻ പോവുകയാണ്. എന്നൊരു കൊച്ചുദാഹരണം, ഒരു അനുഭവ കഥ പറയട്ടെ, ഒരു അനുഭവ സാഹചര്യം പറയട്ടെ. ശുശ്രൂഷകൻ ദൈവവചനം സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, നിങ്ങളുടെ തലമുറ എവിടെയാണെങ്കിൽ അവരെ ഓർത്ത് പ്രാർത്ഥിക്കണം, എല്ലാവരും പ്രാർത്ഥിക്കണമെന്ന്. ശക്തമായ പ്രാർത്ഥന കഴിയുന്നതിന് മുമ്പ് ആ സഭയിലെ പാസ്റ്റർ ഫോൺ വന്നു. പാസ്റ്റർ, നിങ്ങളുടെ സഭയിലെ ഇന്ന മോൻ യാത്ര ചെയ്ത വാഹനം ആക്സിഡന്റ് ആയി, എന്നാൽ ആ മോൻ രക്ഷപ്പെട്ടു, കൂടെ ഉണ്ടായിരുന്നയാൾ മരിച്ചു. ഒരു ശുശ്രൂഷകൻ ഒരാഹ്വാനം നടത്തുമ്പോൾ അതിന്റെ പിന്നിൽ ദൈവശബ്ദമുണ്ട്. ഇന്ന് രാത്രി നിന്റെ തലമുറയുടെ പേര് പറഞ്ഞില്ലെങ്കിലും
നിന്റെ തലമുറയെ കുറിച്ചാണെന്നും പറഞ്ഞില്ലെങ്കിൽ പോലും നീ ഇത് എന്റെ തലമുറയോട് പറയുന്ന സന്ദേശം എന്ന് കണ്ട് എന്റെ തലമുറ ചിലതിനെ അഭിഷേകം ചെയ്യും, എന്റെ തലമുറ ചിലതിനെ എലക്ട് ചെയ്യും. ഓ ജീസസ്, എനിക്ക് അറിഞ്ഞുകൂടെ ഇങ്ങനെയൊക്കെ പറയുന്നത്. എനിക്കറിയാം, എന്റെ വിഷയത്തിലേക്ക് പ്രവേശിക്കാൻ പോലും കഴിയാതെയാണ് ഈ വിഷയം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നിന്റെ തലമുറ ചിലതിനെ സെലക്ട് ചെയ്യുന്ന പൊസിഷനിലേക്ക് വരും. വിശ്വസിക്കാൻ പറ്റുമോ? എൻ്റെ തലമുറ ചിലതിനെയൊക്കെ സെലക്ട് ചെയ്യുന്ന ഒരു ശുശ്രൂഷ മേഖലയിലേക്ക് എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഹൈ പൊസിഷനിലേക്ക് എൻ്റെ തലമുറ ഉയർത്താൻ പദ്ധതിയുണ്ട്. ഇന്ന് രാത്രി മക്കളുള്ളവരൊക്കെ പ്രാർത്ഥിച്ചു പറഞ്ഞ് എൻ്റെ തലമുറയെക്കുറിച്ച് ദൈവത്തിൻ്റെ വായ്ത്തത്വം അങ്ങനെ തന്നെ സംഭവിക്കണം. എൻ്റെ തലമുറ ചിലതിനെ ഇവനെ സെലക്റ്റഡ് ആണ്, ഇവൻ സെലക്റ്റഡ് ആണ്, ഇവൻ സെലക്റ്റഡ് ആണ്, ഇവൻ റിജക്റ്റ് ആണ്. ഇങ്ങനെ സെലക്ഷൻ ചെയ്യുന്ന ഒരു ഹൈ പൊസിഷനിൽ എത്താൻ പ്രാർത്ഥിക്കുക. 2, 3, 4, 5 മിനിറ്റുകൾക്കുള്ളിൽ എന്റെ സന്ദേശത്തോട് നിർത്താം. ഒന്നും കൂടെ താഴേക്ക് വായിച്ചു. 1-ന്റെ 4-ാമത്തെ വാക്യത്തിലാണ് നമ്മൾ വായിച്ചത്. അവിടെ നമ്മൾ വായിച്ചത് ഇങ്ങനെയാണ്: കരയാൻ തുടങ്ങി, ഉപവസിക്കാൻ തുടങ്ങി, പ്രാർത്ഥിക്കുക. ഇതൊന്നും ഞാൻ വിശുദ്ധീകരിക്കാതെ നെഹമ്യാവിന്റെ പ്രാർത്ഥന നിങ്ങൾക്ക് അതറിയാൻ ആഗ്രഹമുണ്ടെന്ന് എനിക്കറിയാം. എഴുതിയെടുക്കുന്നവർക്ക് എഴുതിയെടുക്കാം. വരുന്ന സ്റ്റേജുകൾ നിങ്ങൾക്ക് പറയാൻ നിങ്ങളുടെ അതായ ആശയത്തിൽ അത് വിശുദ്ധീകരിക്കാം. എന്റെ വാക്യങ്ങൾ മാത്രം ഞാൻ നിങ്ങളോട് പറയാം. അതിന്റെ 5-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. സ്വർഗത്തിലെ ദൈവമായ യഹോവേ, നിന്നെ സ്നേഹിച്ച് നിന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് നിയമവും ദയയും പാലിക്കുന്ന മഹാനും ഭയങ്കരവുമായ ദൈവമേ, നിന്റെ ദാസനായി നെഹമ്യാവിന്റെ പ്രാർത്ഥനയുടെ ഒന്നാമത്തെ നെഹമ്യാവ് പ്രാർത്ഥിച്ചത് അവന്റെ ദൈവത്തിന്റെ വലിപ്പം അറിഞ്ഞിട്ട്. മഹാനും ഭയങ്കരനുമായ ദൈവമേ, ഇന്ന് രാത്രി പ്രാർത്ഥനയ്ക്ക് വേണ്ടി വന്നിരിക്കുന്ന ദൈവമക്കളെ, നീ പ്രാർത്ഥിക്കുന്നത് ആരോടാണെന്നറിയാം. മഹാനും ഭയങ്കരനുമായ ദൈവം. ഞാനൊരു കൊച്ചുദാഹരണം പറയട്ടെ. ഒരിക്കൽ ഒരപ്പന്റെ കൈ പിടിച്ച് ഒരു മകൻ ടൗണിലൂടെ യാത്ര ചെയ്യുകയാണ്. നമുക്കെല്ലാവരും നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ നമ്മുടെ കൂടെ വരുമ്പോൾ അങ്ങനെ ഒരു കടയിലേക്ക് ചെല്ലുമ്പോൾ, ഒരു കടത്തിൽ നിൽക്കുന്ന സമയത്ത് ഈ കുഞ്ഞ് ആ കടയിൽ നിന്ന് നോക്കി ഒരു മിഠായി പാക്കറ്റ് ഇരിക്കുന്ന കണ്ടു, ഒരു ടിന്നിരിക്കുന്ന കണ്ടു. അതിലേക്ക് നോക്കി കരയുകയാണ്. അപ്പൊ ആ കടക്കാരൻ പറഞ്ഞു, മോനെ നീ എന്തിനാ കരയുന്നേ? അപ്പൊ അപ്പന് ചോദിച്ചു, എന്തിനാ കരയുന്നേ? അപ്പൊ ആ മിഠായിലേക്ക് നോക്കുമ്പോൾ അപ്പന് കാര്യം മനസ്സിലായി, ഈ മിഠായിക്ക് വേണ്ടിയാ കരയുന്നതെന്ന്. അപ്പൊ കടക്കാരൻ പറഞ്ഞു, മോനെ നീ എടുത്തോ, നിനക്ക് വേണ്ട മിഠായി എടുത്തോളാം. അവൻ എടുക്കുന്നില്ല, വീണ്ടും കരയാണ്. മോനെ നീ എടുത്തോ, നിനക്ക് ഇഷ്ടമുള്ള എടുത്തോ മോനെ എന്ന് പറഞ്ഞു. അപ്പൊ അവൻ വീണ്ടും കരയാണ്. അപ്പൊ അവന് പപ്പ പറഞ്ഞു, പപ്പ മോനെ എടുത്തോളാം, നീ അങ്കിള് പറഞ്ഞു എടുത്തോളാം. അപ്പൊ അവൻ ഏങ്ങി കരഞ്ഞുകൊണ്ട് പറയാണ്, ഞാൻ എടുക്കത്തില്ല, അങ്കിള് തന്നാ മതി. ഏത് കടയിലെ അങ്കിള് തന്നാ മതി. അപ്പൊ എന്താ മോനെ അങ്കിള് തരാൻ പറയുന്നത്? അപ്പൊ അവൻ പറയാണ്, പപ്പ എന്റെ കുഞ്ഞു കൈയല്ലേ, അങ്കിളിന്റെ കൈ എത്ര വലിയ കൈയാണ്. അങ്കിള് വാരി തരുമ്പോ എന്റെ കൈ നിറച്ച് കയറും. ഞാൻ എടുക്കുകയാണെങ്കിലും എന്റെ കുഞ്ഞു കൈ കൊണ്ടല്ലേ എടുക്കുന്നത്. ഇന്ന് രാത്രി പരിശുദ്ധാത്മ പറയുന്നു, നിന്റെ ദൈവത്തിന്റെ വലിപ്പം അറിഞ്ഞ് നീ പ്രാർത്ഥിക്കുക. നിന്റെ ദൈവത്തിന്റെ വലിപ്പം അറിഞ്ഞ് പ്രാർത്ഥിക്കുക. നിന്റെ ദൈവത്തിന്റെ വലിപ്പം അറിഞ്ഞ് പ്രാർത്ഥിക്കുക. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നിന്നോട് പറയുന്നു, നിന്റെ ദൈവത്തിന്റെ വലിപ്പം എന്താ? മഹാനും ഭയങ്കരനുമായ ദൈവം. പ്രവാചകനായ യെശയ്യാവ് പറയുന്നത് എന്തറിയുമോ? ചാണ്ടുകൊണ്ട് ആകാശത്തിന് പരിണാമമിടുന്നവൻ, ഭൂമിയിലെ പൊടി നാഴി കൊള്ളിക്കുന്നവൻ, പർവ്വതങ്ങളെ വെള്ളിക്കോൽ കൊണ്ടും കുന്നുകളെ തുലാസിൽ തട്ടി തൂക്കുന്നവനുമാണ് എൻ്റെ ദൈവം. പ്രവാചകൻ പ്രവചന ഭാഷയിൽ പറയുകയാണ്. അത്ര വലിയൊരു ദൈവത്തെയല്ലേ നീ ആരാധിക്കുന്നത്? ഇന്ന് രാത്രി നീ പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ വലിപ്പം അറിഞ്ഞ് പ്രാർത്ഥിക്കണം. 6-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നത്, പാപങ്ങളെ ഏറ്റുപറഞ്ഞു വേണം പ്രാർത്ഥിക്കാൻ. നെഹമ്യാവ് ആദ്യം ചെയ്തെന്താ? പാപങ്ങളെ ഏറ്റുപറഞ്ഞു. വലിയവനായ ദൈവത്തോട് ഞങ്ങൾ പാപം ചെയ്തു എന്ന് പറഞ്ഞ് പാപങ്ങളെ ഏറ്റുപറഞ്ഞു. 9-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. 9-ാമത്തെ വാക്യം, എന്നാൽ നിങ്ങൾ എങ്കിലേക്ക് തിരിഞ്ഞ് എന്റെ കൽപ്പനകളെ പ്രമാണിച്ച് അവയെ അനുസരിച്ച് നടന്നാൽ നിങ്ങളുടെ ഭ്രഷ്ടന്മാർ ആകാശത്തിന്റെ അറുതി വരെയും എത്തിയിരുന്നാലും ഞാൻ അവിടെ നിന്ന് അവരെ ശേഖരിച്ച്
എന്റെ നാമം സ്ഥാപിപ്പാൻ ഞാൻ തെരഞ്ഞെടുത്ത സ്ഥലത്ത് കൊണ്ടുവരും എന്ന് നിന്റെ ദാസനായ മോശയോട് നീ അരുളി ചെയ്ത വചനം ഓർക്കണമേ. മതി. ഒന്ന്, അവൻ ദൈവത്തിന്റെ വലിപ്പം അറിഞ്ഞ പ്രാർത്ഥിച്ച്. രണ്ട്, തന്റെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ പ്രാർത്ഥിച്ച്. മൂന്നാമത് അവൻ പ്രാർത്ഥിക്കുന്നത് എങ്ങനെ അറിയാമോ? വായ്റ്റത്തങ്ങളെ ഓർപ്പിച്ചുള്ള പ്രാർത്ഥനയാണ്. നിന്റെ ദാസനായ മോശയോട് നീ ഇങ്ങനെ അരുളി ചെയ്തിട്ടുണ്ടല്ലോ. ദൈവമക്കളെ, എത്ര വായ്റ്റത്തങ്ങളാ ദൈവം തന്നിട്ടുള്ളേ. ആ വായ്റ്റത്തങ്ങളെ ഓർപ്പിച്ച് പ്രാർത്ഥിക്കാൻ കഴിയണം. രാത്രി അങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റുമോ? എന്നോട് പറഞ്ഞ വായ്റ്റത്തങ്ങൾ ഒന്നോർത്ത് പ്രാർത്ഥിച്ച് എൻ്റെ കുടുംബത്തോട്, എൻ്റെ തലമുറയോട്, എൻ്റെ കുഞ്ഞിനോട് എന്നോട് പറഞ്ഞ വായ്റ്റത്തങ്ങളെ ഓർപ്പിച്ച് പ്രാർത്ഥിക്കുക. വീണ്ടും നമ്മൾ താഴേക്ക് വായിച്ചു വരുമ്പോൾ 10-ാമത്തെ വാക്യമാണ്. 10-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, അവൻ ഞങ്ങൾക്ക് വേണ്ടിയും ഞങ്ങളുടെ ദാസന്മാർ എന്ന് പറഞ്ഞാൽ മധ്യസ്ഥത ചെയ്തുള്ള പ്രാർത്ഥന. നെഹമ്യാവിന്റെ പ്രാർത്ഥനയുടെ 4 ക്വാളിറ്റിയാണ്. ഒന്ന്, വായ്റ്റത്തത്തെ ഓർപ്പിച്ചുള്ള പ്രാർത്ഥന. 2, പാപങ്ങളെ ഏറ്റുപറഞ്ഞുള്ള പ്രാർത്ഥന. 3, വായ്റ്റത്തങ്ങളെ ഓർപ്പിച്ചുള്ള പ്രാർത്ഥന. 4, മധ്യസ്ഥത ചെയ്തുള്ള പ്രാർത്ഥന. ഇന്ന് രാത്രി അങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റൂ. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞു നിർത്തട്ടെ. ദൈവത്തിന്റെ ദാസനായ അബ്രഹാം ദൈവത്തിന്റെ സന്നിധി നിന്നിട്ട് പറയുകയാണ്, നീ 50 പേരുണ്ടെങ്കിൽ നീ ആ പട്ടണം നശിപ്പിക്കും. കർത്താവ് പറഞ്ഞില്ല. 30 പേരുണ്ടെങ്കിൽ ഇല്ല. 20 പേർ ഇല്ലെന്നേ. 10 പേരുണ്ടെങ്കിൽ ഇല്ലടാ അബ്രഹാമേ. നോക്കി എന്റെ ദൈവത്തിന്റെ ആ റിലേഷൻഷിപ്പ് നോക്കിക്ക്. നമ്മൾ കെഞ്ചി കേണ് പറയുന്ന പലതും കേട്ടിട്ട് ഒരു മനുഷ്യനല്ല നമ്മൾ സംസാരിക്കുക. പക്ഷെ കർത്താവ് പറയില്ലെന്ന്. നിങ്ങൾക്കറിയാമോ, കർത്താവ് ഇല്ലെന്ന് പറഞ്ഞിട്ടും അബ്രഹാം അവിടെ തന്നെ നിന്നെന്നാണ്. നിങ്ങൾക്കറിയാം, അങ്ങനെ നിൽക്കുന്ന അബ്രഹാം പോലും അറിയാതെ ദൈവത്തിന്റെ ദൂതൻ നാശപട്ടണമായ സോദോമിനകത്തേക്ക് ചെന്ന് വാതിൽ പൊളിച്ചകത്തേക്ക് കയറി തന്റെ പ്രാർത്ഥനയുടെ മറുപടി ഇല്ല എന്നറിഞ്ഞിട്ടും, ഇല്ല എന്നറിഞ്ഞ മറുപടിയെ ലിസ്റ്റിനകത്തേക്ക് ഉൾപ്പെടുത്തി റിസൾട്ട് കൊടുത്ത് കൈക്ക് പിടിച്ചിറക്കിക്കൊള്ളുന്ന ദൈവ സാന്നിധ്യം ഇന്ന് രാത്രി മധ്യസ്ഥതയോടെ പ്രാർത്ഥിക്കുന്ന നിനക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുന്നൊരു ദൈവം. കർത്താവ് നമ്മെ ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ. അവസരവും അനുവാദവും തന്ന ദൈവമക്കളോട് പ്രത്യേക നന്ദി പറയുന്നു. May God bless you. Thank you.